ചോദിക്കുന്നത് എന്നോട്? എല്ലാം ഉണ്ട്. അധികാരികളെ കിട്ടും. നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ തരാം, സമയം ഞാൻ തരാം. ഇതേ നിന്റെ ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് പടി കിടത്തിട്ടോ ഇന്ന കർമ്മം കിട്ടണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ തല്ല് കൊടുക്കണ്ടേ? മാതാവ് ഉണ്ണിപ്പൈതങ്ങളെ തല്ലില്ല, അതുപോലെ തന്നെ ഞാനൊരു ചെറിയ തല്ല് അങ്ങോട്ട് തല്ലു. ഞാനവിടെ നിന്റെ കൈക്കുമ്പിളിൽ കൊണ്ടൊന്ന് എത്തിച്ചു തരാം. അണ്ട് ഒരു തല്ല് ഞാൻ തല്ലും. മതിയാ? ഒരു തല്ല് ഞാൻ തല്ലുന്നു. അത് നീ മനസ്സിലാക്കിയത്. നിനക്കറിയാം ആ കുപ്പമാട ഏതാണെന്നും എന്താണെന്നും. അല്ലേ അന്വേഷിച്ചതല്ലേ? ഇന്നൊന്നും കൂടി പോയി അന്വേഷിക്കും. ഞാൻ ഉണ്ടാക്കി തരാം. ആ മാടത്തിന് ഞാൻ ഇറക്കി തരാം. മതിയാ? ആ മാടത്തിന് ഞാൻ ഇറക്കി തരാം. ഇനിയിപ്പോ അവർക്ക് വേണ്ടി സമചതുരാക്കാൻ പറ്റില്ലല്ലോ. കിടക്കുന്ന മണ്ണ് അങ്ങനെ തന്നെ ഇല്ല കിടക്കുള്ളൂ. ഉണ്ണിപ്പൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. എനിക്ക് പുറത്തും കൂടാക്കണ്ടേ? എനിക്കൊരു കർമ്മം പ്രവർത്തിക്കാൻ പറയാവുള്ളൂ. അത് കൂടാക്കണ്ട് ദിനമൊരു വെള്ളിട്ട് വെക്ക് മണ്ണ് വെക്കുന്നവരെ ഉണ്ണി കടുത്തറ്റം മുങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നേ. നാമോദയം പറഞ്ഞ്, നക്ഷത്രം പറഞ്ഞ്, ഇതാ മണ്ണിന്റെ തിരുമുമ്പിൽ കൊണ്ടൊന്ന് കുഴിച്ചു മൂടും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. കുഴിച്ചു മൂടും. സമയം നല്ലതാ. കുഴിച്ചു മൂടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാളിക്കും ചിട്ടവട്ടം കൂടുതലാ. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് എങ്ങനെ വിളിച്ചാലും ഞാൻ വിളിക്കും. അപ്പോൾ ഉണ്ണിയുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഉണ്ണിക്ക് തന്നെ തൃപ്തിയായില്ല. പക്ഷെ ഉണ്ണിക്ക് ഇപ്പോഴും പേടിയുണ്ട്. എന്തെങ്കിലും എൻ്റെ കാളി അതല്ല ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനത് ചെയ്തപ്പോൾ എനിക്ക് എന്തെങ്കിലും വരുത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ പിഴവ് കൊണ്ടും കാളിയുടെ പിഴവ് കൊണ്ടും ഈ വരുന്ന ഒരു ഉണ്ണികൾക്കും അനർത്ഥം ഉണ്ടാവരുന്ന് പ്രാർത്ഥനാ സങ്കല്പമുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ തീർപ്പുണ്ടാക്കി തരാൻ പോകും. എന്റെ അനുഭവം ഉണ്ടായി. ഇത് മണ്ഡപത്തിൽ ചോദിക്കാൻ എന്താ? ഉണ്ണി വന്ന് പോയി. മണ്ഡപത്തിൽ ഞാൻ ചോദിച്ചതാ ഉണ്ണിയോട്, എന്താ അങ്ങനെ പിഴവ് സംഭവിച്ചെന്ന്. ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. അന്നാണെങ്കിൽ പിഴവ് ഞാൻ തീർത്ത് പറഞ്ഞു തന്നാണ്. എന്നതാണ് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാട്ടിക്കൂട്ടിലാവാൻ പാടില്ല. വെള്ളി മാത്രം മോഹിച്ചാൽ മതിയാ. ശരീരത്തിലേക്ക് വന്നില്ല. അതാ പറഞ്ഞത്. ഉണ്ണിയുടെ പിഴവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് കർമ്മത്തിന് വന്നപ്പോ ചോദിച്ചു. ഉണ്ണിക്ക് പിഴവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാണ്ടക്കോടെ എൻ്റെ ഉടപ്പുറന്നൂടെ കാളി പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എല്ലാ 30 നാൾ കൂടുമ്പോഴും വരുന്നുണ്ട്. മണ്ഡപത്തിൽ ഒരു ആണ്ടക്കോടെ വരുള്ളൂ. അപ്പൊ മണ്ഡപത്തിലെ കാര്യങ്ങൾ ഭംഗിയായിരിക്കണം, ഇതിനകത്തെ കാര്യങ്ങളും ഭംഗിയായിരിക്കണം. വന്നാലല്ലേ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഉണ്ണി ബലമായിട്ട് വിളിച്ചു കയറ്റിട്ടും എൻ്റെ കാളി വന്നില്ല. അകത്തുനിന്ന് തന്നെയാ വരേണ്ടത്. അതെന്നെ ചോദ്യം. ഇതെങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഉണ്ണിയെ കഴിഞ്ഞ കർമ്മത്തിൽ ഞാൻ ചോദിച്ചതാ, എന്താ അങ്ങനെ വന്നേ? അതെന്താ അങ്ങനെ വന്നേന്ന്. ഉണ്ണിയുടെ ഭാഗത്ത് വന്ന പിഴവോ അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ ഉണ്ണിയുടെ അതല്ല ഞാൻ എടുത്തു ചോദിച്ചു. ഉണ്ണിയുടെ ഭാഗത്ത് വന്ന പിഴവോ അവിടുത്തെ കർമ്മത്തിന്റെ എന്തെങ്കിലും പിഴവണോന്നറിയും. കഴിഞ്ഞ ആണ്ടക്കോൾക്ക് ശരിക്കും ശരീരത്തിലേക്ക് ഒരു സ്ത്രീ രൂപം വന്ന് കയറി. ഈ തവണ അത് ഉണ്ടായിട്ടില്ല. അത് തന്നെ പറഞ്ഞുള്ളൂ. അങ്ങനെ എന്താ വന്നേന്ന് ചോദിച്ചു. എന്റെ കർമ്മി ഉണ്ണിയുടെ ഒരു ആട്ടം കണ്ടില്ല, ഒരു കാര്യം കണ്ടില്ല. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. എന്റെ ഉടപ്പുറന്നൂള് ഉണ്ണിയുടെ ശരീരത്തിലേക്ക് നടന്നു കയറാ. ആ പടിവാതിക്ക് നിൽക്കുമ്പോ മനസ്സിലായില്ല.
ഇപ്പൊ എന്റെ ആട്ടക്കാരൻ അതിനകത്ത് കയറുമ്പോൾ ശരീരത്തിലേക്ക് കഴിയുന്ന നേരം വരെ കയറിയിരിക്കുക. അതുപോലെ തന്നെ ഒരു പെൺസന്താനം സർവാഭരണ വിഭൂഷിതയായിട്ട് ചുവന്ന കോടി ആട കൊടുത്ത് നിന്റെ ശരീരത്തിലേക്ക് കഴിഞ്ഞ ആണ്ടക്കോട് കയറി വന്ന് ഈ ആണ്ടക്കോൾക്ക് വന്നില്ല. അതെന്താ സംഭവം? അത് നിന്നോട് വരാൻ പറഞ്ഞതിനാ ഞാൻ ചോദിച്ചുകൊണ്ട് മണ്ഡപത്തിൽ എന്താ അങ്ങനെ ഒരു പിഴവ് വന്നേന്ന്. അങ്ങനെ വരാൻ പാടില്ല. ഒരു ആണ്ടക്കോട് പുറത്തേക്ക് വരുന്നതല്ലേ. കാണിച്ചെന്നില്ലേ? പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ടിട്ട് കാണിച്ചു തന്നിട്ടില്ലേ? കാണിച്ചു കൊടുത്തിട്ടില്ലേ? ആ മതി. ആടെ കാണിച്ചു കൊടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുത്തില്ലേ എന്ന് വെച്ചുള്ളൂ. ചിത്രം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? അപ്പോ രണ്ടുപേരുടെ പേരിലേ ഒരു 5 മാസക്കാലം കർമ്മം പ്രവർത്തിച്ചോ. രണ്ടുപേരെ ചിത്രം കൊണ്ടുവരും അടുത്ത കർമ്മത്തിന് വരുമ്പോ. ഞാനത് പൂർത്തീകരിച്ചു തരാം. ഭരണി നക്ഷത്രം കൊണ്ട് നീ നല്ല നിലയിൽ നിൽക്കേണ്ട സമയാ. മനസ്സിലാവണ്ട. നീ പിന്നെ എന്തിനീ അതുകൊണ്ടുള്ള കുഴപ്പം അറിയോ? എന്തെങ്കിലും പറയേ ആരെങ്കിലും. പാകം പിടിച്ചാലേ അതാ ശരി. എന്റെ അടുത്ത് നിന്റെ കുട്ടിക്കളിയൊന്നും വേണ്ട ഉണ്ണിയെ. നീ ഏത് ദിക്കിന്ന് വന്നു, ഏത് കുലക്കാരനായിട്ട് അതൊന്നും എനിക്കറിയണ്ട. നീ അതിന്റെ രണ്ടുപേരുടെ നിന്റെ ചിത്രം ആ ഉണ്ണിയുടെ ചിത്രം കൊണ്ടുപോവാ. രണ്ടുപേരെ വലിയ കർമ്മം പ്രവർത്തിച്ചോ. ആ ദോഷം ഞാൻ തീർത്തിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. മതിയാ? എന്തിനാ ഉണ്ണി വേണ്ട? ആണ പെണ്ണ? അവിടെ ഏതെങ്കിലും പെൺസന്താനോട് നിനക്ക് വലിയ ഇഷ്ടമുണ്ടാ? അല്ല ആരെങ്കിലും നിനക്ക് കൂട്ട് വല്ലവരുണ്ടാ? അങ്ങനെ ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല. ഉണ്ടാ? ഇപ്പില്ലാന്നാ? അപ്പൊ ഇതിന് മുമ്പുണ്ടായ നിന്റെ കൂടെ ആരാ വന്നത്? കേട്ടാ? കഥ പറഞ്ഞു കേട്ടാ? ചിത്രം ഭരണിയല്ലേ? പിന്നെന്താ നീ വെച്ചടി കയറ്റം ഉള്ള സമയമാണല്ലോ. ഇപ്പോ 27 നക്ഷത്രക്കാരിലെ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന ഒരു നക്ഷത്ര ഭരണി. പിന്നെ നീ എന്റെ പിന്നിലേക്ക് പോണേ. എന്താ കാര്യം ഉണ്ടായി ആ ഉണ്ണിയായിട്ട്? എന്റെ നക്ഷത്രം പറഞ്ഞു. ഇപ്പൊ സമയം നല്ലതാണ്. തടുക്ക് പോയാലും വെച്ചു. എന്റെ അച്ഛൻ്റെ ആലയത്തിൽ കൂവളത്തിന്റെ ഹാരം കൊടുത്ത് ഉടപ്പറന്നുള്ള ആസ്ഥാനത്തിൽ മഞ്ഞത്തൂളും കൊടുത്ത് ചീരം കൂട്ടി അരച്ച് പുരട്ട് തീർപ്പുണ്ടാക്കി തരാം. മനസ്സിലായ? അത് കൊടുക്കാൻ പറ്റൂ? അച്ഛൻ്റെ ആലയത്തിന്. അച്ഛൻ്റെ ആലയം മനസ്സിലായില്ല? ശിവക്ഷേത്രത്തിലെ കൂവളം പൊട്ടിച്ചു കൊണ്ടു കൊടുക്കാൻ പറ്റുമോ നിനക്ക്? കൂവളത്തിന്റെ അരിയില്ലേ കൊണ്ടു കൊടുക്കില്ലോ? ആ പൊട്ടിച്ചു കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ശരീരം ഒഴിഞ്ഞു കാണിട്ട് ആ വേവലാതിയുള്ള ഭാഗം ഒഴിഞ്ഞ് അവിടെ കൊണ്ടുകൊടുക്കും. തൊടരുത്. മനസ്സിലായില്ല? ശരീരത്തിൽ തൊടരുത്. മനസ്സിലായില്ല? തൊടാതെ കണ്ടൊഴിയാ. മനസ്സിലായ? കാണിക്കാം. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കൊണ്ടുകൊടുക്കും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? ഇത് ഒരു കൂവളത്തിന്റെ കാരം ഒരു കുടം കൊണ്ട് നീര് കഴിക്കും. ആ ഉണ്ണിയുടെ പേരിൽ കഴിക്കാൻ നീര് കൊണ്ടുവന്ന് ഉന്നോട് സ്ഥിരത്തിൽ ഒന്ന് തെളിക്കാൻ പറയാം. കേട്ടോ? തീർപ്പുണ്ടാക്കി തരാം. പൊക്കോ. എൻ്റെ അച്ഛൻ വിധിച്ച ചേർത്ത് വെച്ചതാ. അപ്പൊ സന്തോഷമായിട്ട് പോവാം. മനസ്സിലായ? മനസ്സിലായ? ഞാൻ എന്ത് നടത്തി തരുന്നുള്ള വിശ്വാസത്തിന്റെ പേരില ഏതില്ലത്തുള്ള ഉണ്ണികൾ എന്നെ കാണാം. അതുപോലെ തന്നെ ഒരു ചരട് ബന്ധം വിശ്വാസ. മനസ്സിലായ? നീ ചിന്തിച്ച ആ ഉണ്ണി ചിന്തിച്ചാലോ? കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? നിന്നെ പരിഹസിക്കാൻ പറഞ്ഞതല്ല. നീ ചിന്തിച്ച അതേ വാക്കും വചനം തിരിച്ച ആ ഉണ്ണി ചിന്തിച്ചാലോ? തീർന്നില്ലേ ബന്ധം? അപ്പൊ ഈ ഉണ്ണി എവിടേക്ക് പോവാ? ഏത്? ആ മനസ്സിലായില്ലേ? അപ്പൊ ഇത് എവിടേക്ക് പോകും? നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയാവുന്നതല്ലേ? അപ്പൊ ഇനി നീയാ ചിന്തിക്കണ്ട. മനസ്സിലായി? ആ ഉണ്ണി മോശക്കാരനെന്ന് ഞാൻ ഈ നേരം വരെ പറഞ്ഞിട്ടുണ്ടാ?
നിന്റെ ചിന്ത അങ്ങനെ. അതായത് എൻ്റെ കൂടെ വന്നപ്പോൾ പറഞ്ഞ വാക്കും വചനങ്ങളും വേറെ ആളെടുത്ത് പറഞ്ഞാലോ, എന്നേലും നല്ലത് കണ്ടാൽ അങ്ങോട്ട് പോയാലോ, അതിൻ്റെ മേഖല അതാണ്. അതല്ല നിന്റെ ചിന്ത. ആ ചിന്ത തിരിച്ചാവുകൊണ്ട് ചിന്തിച്ചാലോ കഴിഞ്ഞില്ലേ? രണ്ടും രണ്ട് വഴിക്ക് പോയില്ലേ? ഒരു 6 വഴിക്ക് പോകുന്ന രണ്ടും 2 വഴിക്ക് തിരിച്ചുവിടാൻ ഒരു ചാല് വെട്ടി മാറ്റിയാൽ മതി. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? സാരം മനസ്സിലായ? ഒരു 6 വഴിക്ക് പോകുന്നത് നേർക്ക് പോണ്ട 6. ഒരാള് വിചാരിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലൊരു കുരുട്ട് തോന്നിയാൽ ഒരു കൈക്കോട്ട് കൊണ്ടൊന്ന് കളച്ചാൽ മതി. ഒരു വഴിക്ക് പോകും, ഒരു വഴിക്ക് പോകും. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ സാരം? മനസ്സിലായി എന്ന് നിൽക്കും. എത്രേ വേണ്ടു? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ മനസ്സിലായ? അപ്പോ നേരെ വഴിക്ക് നടന്നു. ഞാൻ നിന്റെ പിന്നിലുണ്ട്. ഈ ആള് സമ്മതിക്കില്ല. എന്നോട് പോയി നോക്കിട്ട് വരാനാ പറയണേ. മനസ്സിലായ? എന്തിനാ ഉണ്ണിയെ പോരെ? എന്താ കാരണം? നിങ്ങൾ സ്നേഹബന്ധല്ലേ? അതുമാതിരി ഉണ്ടാവുന്നുള്ള ചിന്തയാണ് നിനക്ക്. അത് ആദ്യം കളഞ്ഞ ശരി. അതാദ്യം കളഞ്ഞ ശരിയായി. മനസ്സിലായി? ആ ഉണ്ണി സന്താനം ഇടപഴകുന്ന മേഖല അങ്ങനത്തെ അല്ലേ? അപ്പൊ നിനക്ക് കൈവിട്ടു പോകുന്നുള്ള പേടിയില്ല. അപ്പോ എന്റെ നിർവാഹമില്ല. ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണിക്ക് വേണ്ട കാര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഞാനിത് ആ ഉണ്ണിയോട് എന്താ ചോദിക്കേണ്ടിരുന്നെ? നീ ഇത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എനിക്കറിയാം. ആ സന്ദേഹം മനസ്സിൽ നിന്ന് വിട്ടാൽ ഞാൻ നിന്റെ കൂടെ വരാം. മതിയാ? ഇന്ന് തൊട്ട് സന്ദേഹം ഉണ്ടാവില്ല എന്ന് പറയും. സമ്മതിച്ചാ? തല്ലൂടരുത്. അത് തന്നെ പറഞ്ഞ അത് നിർത്തിയാൽ തീരുമാനമായി. അത് പറ്റില്ല എന്ന് മനസ്സിലായില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞു. നീ എന്താ ചിന്തിക്കണേ? എന്നെ വാട്ടി വിളച്ച പോലെ വേറെ ഏതെങ്കിലും വാട്ടി വിളച്ച് പോകുന്നുള്ള ചിന്തയല്ലേ നിനക്ക്? ആ ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് ഈ പടി ഇറങ്ങുമ്പോൾ മനസ്സിൽ നിന്ന് കളഞ്ഞു സന്തോഷമായിട്ട് നിലനിർത്തി തരാം. മതിയാ? എന്റെ വാഹനം വെച്ച് നീ എന്ത് വേണമെങ്കിലും ഭക്ഷിച്ചോ. നീരാട്ട് കഴിഞ്ഞൊന്ന് ദീപം തെളിച്ചോ, അതിനൊന്നും എനിക്ക് കുഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ നിന്നോട് പറയാം. അതല്ല പറഞ്ഞു. മനസ്സിൽ നിന്റെ സന്ദേഹം കളഞ്ഞു. നീ എന്നിട്ട് എന്നോട് തന്നെയല്ല ചോദിക്കണേ അങ്ങനെ ഉണ്ടാവൂ അത് കളഞ്ഞു. നേരം കഴിഞ്ഞിട്ടേ നേരം വൈകി വരുമ്പോൾ നിന്റെ ചിന്ത എന്താ? നീ ആകെ അടിമുടി ഒന്ന് പരിശോധിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ പരിശോധന മുറക്കി നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മണത്ത് നോക്കണ്ട നീ. മനസ്സിലായ? വേറെ ഏതെങ്കിലും പെൺസന്താനങ്ങൾ നിന്റെ ശരീരത്തിൽ തൊട്ടോന്ന് അറിയാൻ വേണ്ടിയാണ് മണത്ത് നോക്കണേ. അത് അങ്ങനത്തെ കയ്യാ. നീ ചില്ലറ കാര്യത്തില്ല. അത് പറ്റില്ല. ഈ നേരം വരെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ണിയെ കൊണ്ട്. അല്ല, ഈ നേരം വരെ കുഴപ്പമില്ല. നിന്റെ ചിന്ത അതെ. എന്നിട്ട് നീ എനിക്ക് ദീപം തെളിയിക്കുമ്പോ ചോദിക്കാം, എനിക്കൊന്ന് കാണിച്ചു തരട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ? എന്നോട് ചോദിക്കാം എനിക്കൊന്ന് കാണിച്ചു തരുന്നത്. എനിക്കത് കാണിച്ചു തരില്ല പണിയില്ലേ? ഉണ്ണി ഏത് ഭാഗത്ത് ചെന്ന് പോയി മുട്ടുന്നോ, ഏത് ദിക്കില് പോകുന്നു അതൊന്നും എനിക്കറിയണ്ട. 3 കൂടി കവലയിൽ ഞാൻ നിന്നെ സങ്കല്പിച്ച് 3 കൂടി കവലയിൽ നിന്നെ നിർത്തിയിട്ടുണ്ട്. നീ പോയി എന്റെ ഉണ്ണി സന്താനത്തിന് പറ്റിയൊരു പെൺസന്താനത്തിനെ കണ്ടുപിടിച്ച് അധികം വൈകാതെ കൊണ്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നിന്റെ ഇല്ലത്തേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞ് 5 വലത്ത് വെച്ച് എന്റെ ഇല്ലം പടി കറന്ന് പോക്കോ. എന്നിട്ട് നിന്റെ ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് 3 കൂടിയ വഴിയിൽ ഇട്ടിട്ട് നീ ഭവനത്തിൽ കയറി. ഒരാളോടും മുണ്ടെടുത്ത് പോക്കോ. ഇത് ഭവനത്തിൽ കയറുന്നതിന് മുമ്പേ ഉദരം മുഴിഞ്ഞ് 3 കൂടിയ വഴി എവിടെയാ വരാന്ന് വെച്ചാൽ നീ ഇട്ടോ. ഇപ്പൊ പോകുമ്പോ 3 കൂടിയ വഴി, 3 കൂടി കവലയില് ഉദരം മുഴിഞ്ഞ് ഞാൻ വെച്ച് പോറ്റി വളർത്തി മിന്നനാമോദയം മിന്ന നക്ഷത്ര എന്റെ ഉണ്ണി സന്താനത്തിന് ഇത്ര വയസ്സ് കാലപ്രായം 2 അണ്ടക്കുളായി നിന്റെ ഇല്ലത്ത് ഞാൻ വരണം. ഇനി ഞാൻ നിന്റെ ഇല്ലത്തേക്ക് വരണമെങ്കിൽ എന്റെ ഉണ്ണിയുടെ മംഗല്യം നടത്തി തന്നെ 3 കൂടി കവല 3 ഭാഗത്തു നിന്ന് വരുന്ന വഴിയിൽ നീ ഇട്ടോ. എന്നിട്ട് നീ നിന്റെ ഭവനത്തിൽ കയറും. കർമ്മം കൊടുത്തിട്ട് ആ പാലം ആടുന്ന നീ കണ്ട കർമ്മം നടത്തിയിട്ട് എന്നിട്ട് പ്രാർത്ഥിച്ചു പോരാ. അപ്പോൾ സംബന്ധമായിട്ടുള്ള എന്റെ നക്ഷത്രത്തില്
ചതയം നക്ഷത്രം അല്ലെ, ചതയല്ലേ പറയുന്നത്, ചതയം നക്ഷത്രമായി ഞാൻ ഇത്ര വയസ്സ് കാലപ്രായമായിട്ടപ്പോൾ എൻ്റെ കർമ്മസ്ഥാനത്തിന് എന്തെങ്കിലും ദോഷങ്ങളും കാലതാമസങ്ങളും അതൊക്കെ തീർച്ചുണ്ടാക്കി തന്നെ എന്ന് പറയാം. ഈ വെള്ളിയിട്ട് വയ്ക്കുമ്പോൾ നിന്റെ ഭവനത്തിലെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളും നിന്റെ മിന്നുകെട്ടിലായ ഉണ്ണിയുള്ള കാര്യങ്ങളും ഭവനത്തിൽ വേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എനിക്ക് വെള്ളിയിട്ട് വെച്ചോ ഞാൻ തീർച്ചുണ്ടാക്കില്ല. സങ്കല്പിച്ച് കണ്ടത്തിലെ മില്ല് സങ്കല്പിക്കാൻ പറ്റും, കണ്ടത്തിലെ മില്ലിനെതിരായ പിന്നെ നാമോദിൽ സന്താനത്തിലെ ഭോഗങ്ങളെ കലക്കി വെള്ളിയിട്ട് വെച്ചേക്കാം. ഇത് പുണ്യസന്താനങ്ങളിൽ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ തൊടാതെ കണ്ടു വെച്ചേക്കാം. വെള്ളി നാണയം പുഷ്പം ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് ഒഴിഞ്ഞു കളഞ്ഞു ഞാൻ നോക്കിക്കോ കേട്ടാ. പടി കടത്തിയിട്ടോണ്ട് കയറുന്നതിന് മുമ്പ് പടി കടത്തിയിട്ടു ആ വെള്ളി നാണയം നിന്റെ മുറിയറയിൽ തൊടാതെ കണ്ട് വെച്ചേക്കണം. അതായത് എന്നെ കാണത്തക്ക രീതിയിൽ ഏതെങ്കിലും ഭാഗത്ത് വെച്ചേക്കാം. അപ്പോൾ ഭവനത്തിൽ ആ ഉണ്ണി തോന്നി കയറുന്ന സമയത്ത് ചടങ്ങുകളില്ലാതെ കണ്ടം പറയുന്ന വാക്കുകൾ സന്തോഷത്തോടെ നടക്കാനുള്ള വഴിയുണ്ടായിട്ട് ആ വീട്ടിലെ സമയത്ത് മനസ്സിലായി. അത് കോപം വരുന്നതാ കേട്ടാ. എല്ലാ ചൊവ്വാഴ്ച ദേശത്ത് ചൂടക്കാരുടെ ആസ്ഥാനത്ത് സന്താനത്തിൻ്റെ ക്ഷീരം കൊണ്ടോ ഇളനീര് കൊണ്ടോ അട്ടനിരിക്കാം ദിനം ഇറങ്ങിയ ഇപ്പം നിന്റെ ഭവനത്തിലാണ് മിന്നു കെട്ടി ഉണ്ണി നിന്റെ കൂടെ ഉണ്ടാ. സന്തോഷല്ലേ സന്തോഷല്ലേ അങ്ങനെ പോയാൽ പോലെ അങ്ങനെ പോകണ്ട. അതിന് വേറെ കാര്യമില്ല, അങ്ങനെ പോകണ്ട. ദിനം ഒരു രണ്ട് വെള്ളി എല്ലാ കാര്യങ്ങളും നടക്കുന്നു. കുഞ്ഞു വെച്ച ഈ വെള്ളിൻ്റെ ഭവനത്തിന് നിങ്ങൾ കിടക്കുന്ന മുന്നേറയിൽ മുടക്കം കൂടാതെ കണ്ടേ നിന്നെയും നിന്റെ നിന്നെയും ഇതായ നിന്റെ സന്താനങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളിച്ച് വെച്ചു. അപ്പോൾ പുള്ളിയുടെ ദേശത്ത് രാജസങ്കല്പമായുള്ള കരുത്തുള്ള അതായത് നവഗ്രഹ ക്ഷേത്രം എവിടെയുണ്ടെങ്കിൽ അവിടെ ഒരു രാഹു പൂജ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ദർശനം നാഗസങ്കല്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാഹു പൂജ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം മാസത്തിലും മുടക്കം കൂടാതെ കർമ്മം പ്രവർത്തിക്കുക. ജനമരിക്കാൻ വേണ്ടി രണ്ടു നേരം വിട്ടു വെച്ചേക്കാം. എൻ്റെ കർമ്മമേഖല എന്താണെന്ന് ഒരു കടലാസിൽ എഴുതാം, എൻ്റെ നാമോദം നക്ഷത്രം എഴുതാം, എൻ്റെ ഇല്ലത്തിൻ്റെ പേര് എഴുതാം, കണ്ടു നീ പൊതി വിട്ടു വെച്ചോ നിനക്ക്. ഇനി നിനക്ക് നല്ലൊരു കാര്യം വരുന്നുണ്ട്, മീനമാസത്തിൽ കഴിഞ്ഞോളാം. അതല്ലേ പറഞ്ഞേ നിനക്കൊരു കർമ്മമേഖല വരുന്ന ഞാൻ തരാമെന്ന് പറഞ്ഞ എൻ്റെ കാര്യത്തിൽ ആരോടാ ഇഷ്ടം നീ ഒന്ന് പറഞ്ഞു അതൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് അടുത്ത വാചകം പറയാൻ പറഞ്ഞു. അല്ല പറഞ്ഞു ഒരു മുൻതൂക്കന്മാരോടെങ്കിലും 8 ഉണ്ണി സന്താനങ്ങൾക്ക് ജന്മം നൽകിയാലും ഒരു ഉണ്ണിയോട് ഇട്ടുണ്ടാവും ഇല്ലേ? ആ അതറിയാൻ വേണ്ടിട്ടാ. ഇപ്പൊ കിട്ടിയില്ലേ? ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് കിട്ടി, സന്തോഷമായി. ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ നോക്കിപ്പോ വരുമ്പോ നിനക്ക് ഞാനൊരു ചിത്രം തരാം, എൻ്റെ ഒരു ചെമ്പോലത്തെ അങ്ങോട്ട് തരാം, നിനക്ക് രക്ഷയായിട്ട്. ചില സമയത്ത് സന്ധ്യക്ക് നടന്നു പോകുന്നുണ്ട്, സന്ധ്യക്ക് ഇരിക്കുന്ന സമയത്ത് നിന്റെ പിന്നിൽ ഒരു ആൾമാറാട്ടം തോന്നാറുണ്ട. ആ മനസ്സിലായ? അത് എവിടുന്ന് വന്ന് പണിയാണെന്നറിയോ നിനക്ക്? അത് നല്ലതിന് വരുന്നതല്ല, നിന്നെ തട്ടിടാനാ. അത് നിന്റെ കൂടെ പിറന്ന ഉണ്ണികൾ ചെയ്യുന്ന പ്രവൃത്തിയാ. എന്താ നിന്റെ മേല് തൊടാൻ പറ്റില്ല, മേല് തൊടാൻ പറ്റില്ല. അതുപോലെ പറയും പോലെ മായക്കാരാ നീ എനിക്ക് വേണ്ട കാര്യം പ്രവർത്തിച്ചു തരണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ ഇന്ന് തൊട്ട് നിന്റെ കൂടെ കൂട്ടായിട്ടുണ്ട്.
മകനായിട്ട് നീ എന്നെ വിളിച്ചു. ഭഗവന്റെ വിലയ്ക്ക് അത് കൊടുത്തേക്കാം. ഈ ഉണ്ണിന്ന് പൊക്കോട്ടെ, അവിടെ നിന്ന് കയറി പോരാൻ നമുക്ക്. അത് വേണ്ട. ആ വീട്ടിൽ നിന്ന് മാറണമെന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് ആ വീട് രണ്ടാമത് പുതുക്കി പണിതാണ്. അപ്പൊ ആ സമയത്ത് കിട്ടാൻ പണിയെന്ന് പറഞ്ഞാൽ അല്ല, മണ്ണ് ദോഷമില്ല, മനസ്സിലായില്ലേ? ഇവരല്ല ദോഷക്കാര്, ഇവരല്ല ദോഷക്കാര്, മനസ്സിലായില്ലേ? നീ കിടന്ന പാത്രത്തിൽ കിടന്ന ആ കൂടെ പറഞ്ഞ ഉണ്ണികളാ ദോഷക്കാര്. എന്നിട്ട് നിന്റെ മണ്ണിന് ദോഷമില്ല, മനസ്സിലായില്ല? അവരെ ഇരിക്കുന്ന കാലം വരെ, നീ മണ്ണിൽ വസിക്കുന്ന കാലം വരെ ശരി സമ്മതിക്കില്ല നന്നാവാൻ, മനസ്സിലായി? അവിടെ നിന്ന് വന്ന പണിയും ആ കർമ്മസ്ഥാനത്തുള്ള എല്ലാം കൂടിയാ. ശനി ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ണി വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ, മനസ്സിലായില്ല? ഇവിടുന്ന് വിട്ടുപോകാൻ നോക്കിയാ, മണ്ണ് വിട്ടുപോകാൻ നോക്കാം, മനസ്സിലായില്ലേ? ഈ ഭൂമി മലയാളം വിട്ടു പോവാ. എവിടിക്കാ നമ്മൾ പോവാ? എവിടിക്കാ? അച്ഛന്റെ വിളി വരുമ്പോ അതെല്ലാവരും കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക. അത് അച്ഛന്റെ വിളി വന്നാലും ശരി, അതൊരു ക്രൂരതയാ അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ച അതെന്താ വെച്ചാൽ അവരങ്ങനെ ചെയ്യിക്കണം, മനസ്സിലായി? നീ നിന്റെ സന്താനങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അവരെ ഏതെങ്കിലും ഒരു പെൺസന്താനം കെട്ടിപിടിപ്പിച്ചുകൊണ്ടെന്ന്. നിന്റെ സന്താനങ്ങളെ കൊണ്ട് നിനക്ക് കണ്ണീര് ഇടയുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാ. നമുക്ക് തിരിച്ചൊന്നും ചെയ്യണ്ട. ആ മണ്ണ് അവർക്ക് കൊടുക്കാം, നമ്മൾ പറയുന്ന വിലക്ക്. ഇപ്പോഴല്ല, ഈ ഉണ്ണിന്ന് കയറിപ്പോ മതിയാ, അത് കൊടുത്തുണ്ണേ, മനസ്സിലായില്ലേ? നീ ഇന്ന് കുറച്ചിങ്ങോട്ട് കയറിക്കോ, നിനക്ക് നല്ലൊരു ഇല്ല ഞാൻ തരാം, മനസ്സിലായ? രണ്ടുപേരുടെ പേരിലും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു കോളത്തിന്റെ കാരം നീ നിന്റെ പേരിൽ കൊടുത്തേക്കണം, ഈ ഉണ്ണിയുടെ പേര്. എല്ലാ തിങ്കളായി മുടങ്ങരുത്. എന്തിനാന്നറിയും? നിന്റെ കൂടെ പുറപ്പെടാ ഉണ്ണി വേണം. നക്ഷത്രം എന്താ? സമയം നല്ലതാ, അത് വീടില്ല. രണ്ടുപേരും നക്ഷത്രം നല്ലതാ. അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട കടലാസ്? കൊടുത്തോ? കൊടുത്തോ? അല്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അറിഞ്ഞിട്ടില്ല. നീ പുറത്ത് പോകണമെന്ന് ചോദിച്ചെന്ന് മാത്രം ഞാൻ ചോദിച്ചു. കൊടുത്തു. നിന്റെ സമയം നല്ലതാ. വ്യാഴം 11 ബലവാനായിട്ട് നിൽക്കാം. നിന്നെ ആരടിച്ചാലും വീട്ടിലുണ്ണിയാ, വീണ്ടെടുക്കുന്നു നീ. അന്ന് ശനി അഷ്ടമത്തിൽ പോയി കിടക്കുന്നു, ഇപ്പൊ ശനി 2 ബലവാനായിട്ട് ഞാനുണ്ട്. നീ കൊടുത്തു, മതിയാ? അമ്മ ഒറ്റയ്ക്കാണ് വീട്ടില്, അമ്മേനെ നോക്കാൻ ആരുമില്ല. ഞാൻ നോക്കിയാ മതിയാ? ഞാൻ നോക്കിയാ മതി? മതിയാ? നീ എന്നെ മകനായിട്ട് കണ്ടാ മതി, ഞാൻ നോക്കിയാ മതി. ഇന്ന് തൊട്ട് നിന്റെ കൂടെ ഞാനുണ്ട്, മതിയാ? മതിയോന്ന് സമ്മതിച്ച? നിനക്കൊരു കുറവില്ലാക്കണ്ട. നീ നിന്റെ കൂടെ ജനിച്ചതും നിനക്കൊപ്പം മുന്നും പിന്നും ജനിച്ച നിന്റെ കൂടപ്പിറപ്പുകളുടെ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ഏത് ആഭിചാരകർമ്മങ്ങളുടെ അതൊക്കെ തീർത്ത് ഞാൻ നിന്റെ ഒപ്പം നിന്നാ മതിയാ? എന്തെങ്കിലും വെള്ളി നാണയം വല്ല ചെമ്പോറത്തകടൊക്കെ കിട്ടിയാ പറമ്പിന്ന്? പണ്ട് കിട്ടിയിട്ടുണ്ട്. മതി. നിൽക്കാൻ പറ്റില്ല, നിന്നെ എവിടെയെങ്കിലും നിർത്തിങ്ങനല്ലേ? പിന്നെ ഉണ്ണിയുടെ കൂടെ പിറന്ന ഉണ്ണികളായിട്ട് എന്താ കുഴപ്പം? അതൊക്കെ ശരി. ഞാൻ ചോദിച്ചെന്താ, നിന്റെ കൂടെ പിറന്ന ഉണ്ണികളായിട്ട് എന്താ കുഴപ്പമെന്നാ ചോദിച്ചു. മണ്ണ് സംബന്ധമായിട്ട് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടാ? ഒരു സഹായം ചെയ്തതല്ലേ നീ അവർക്കൊക്കെ, അല്ലേ? നിന്റെ കൂടപ്പറപ്പായിട്ട് കൊണ്ടുവിടുന്ന കൂടപ്പറപ്പ് തന്നെയാ. സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടുവിടുന്നല്ലേ? ഇപ്പൊ കിട്ടിയ കൂലി നിനക്ക്? ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവരില്ലേ? അപ്പൊ മനസ്സിലായ നിനക്ക്? ഞാൻ തെറ്റ് പറഞ്ഞതല്ല നിന്നെ. നീ അത്ര ലാളിച്ച്
നീ കർമ്മം ഉണ്ടായിരുന്ന കാലത്ത് ഓരോന്നും വാങ്ങിച്ചു കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുവിടുന്നു ആ ഉണ്ണിയുടെ. ഇപ്പൊ എന്തുണ്ടായി? എല്ലാം ഒരു കെട്ടായി, ഒരു കൂട്ടമായി, അല്ലേ? അപ്പൊ നീ ഉടമയല്ലല്ല, അല്ലല്ല, അതെന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞു. ഞാനിരിക്കുന്ന വരമ്പത്ത് നീ കളിക്കണ്ട, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. മനസ്സിലായില്ല നിനക്ക്? അത് കൂടാണ്ട് എവിടുന്നാ കിട്ടിയേ വില്ലും പേര പണി? നിനക്ക് എവിടുന്നാ വന്ന് കിട്ടിയേ? നിനക്ക് എന്തായിരുന്നു കർമ്മം? ആരായിട്ട് തർക്കണ്ടായേ? ആ മതി, ആരായിട്ട് തർക്കണ്ടായെന്ന് മാത്രം ചോദിച്ചാൽ മതി. എന്താ പറഞ്ഞാ ഉണ്ണി നിന്നോട്? നിന്നെ ഞാൻ ഈ കർമ്മത്തിന് ഇനി വെച്ച് വാഴിക്കില്ല എന്നെങ്കിലും പറഞ്ഞാ? എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഇങ്ങനെ മുടക്കം പറയാറുണ്ട്. ഇവിടെ നോക്കാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, അങ്ങനെ. നീ ഈ കർമ്മത്തിന് ഇനി നടക്കില്ല എന്ന് പറഞ്ഞ അങ്ങേര്. നീ എന്ത് കർമ്മം ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെന്നെങ്ങനെ പറഞ്ഞ? ആ മതി. മതി മതി മതി. ഇട്ട് വെക്കുമ്പോ പറയേണ്ട ആവശ്യം ഇതാണല്ലോ. എൻ്റെ ഭവനത്തിൽ വേണ്ട കാര്യങ്ങൾ നടത്തി തരണം, എൻ്റെ ഭവനത്തിൽ കാവലായിട്ട് നിൽക്കണം. എന്നെയും എൻ്റെ ഭവനത്തിലുള്ള കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും കർമ്മങ്ങളും കർമ്മത്താൻ വിദ്യയും അവർക്ക് വേണ്ട കാര്യങ്ങളും കൊടുത്ത് പരിപാലിച്ചേക്കണം. ഞാനില്ലാത്ത കുറവ് നീ നോക്കിയേക്കണം. എത്രേ വേണ്ടു? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്ത് ഔഷധക്കാരൻ എന്ത് ചോദ്യങ്ങളും എന്ത് പരിശോധന നടത്തിയാലും നിനക്ക് കേടുപാടില്ലാതെ കണ്ട് നിന്റെ 8 ആധാരം 18 അംഗലം ചോദിക്കുന്ന ചോദ്യങ്ങളും ശരീരത്തിനും കേടുപാടില്ല എന്ന് ഞാൻ കാണിച്ചെന്ന പോലെ അത്രയല്ലേ വേണ്ടു? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിയോട്. അത് നീ അറിയുന്നതിന് മുമ്പ് ഞാൻ ആ ഉണ്ണിയായിട്ടൊരു കച്ചവടം ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നീ പൊക്കോ. അത് ഞാൻ ആ ഉണ്ണിയായിട്ടുള്ള കാര്യമല്ലേ, അല്ലേ? എനിക്ക് വെള്ളിട്ട് വെച്ച് പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞ ആ മരപ്പെട്ടിക്കകത്തുണ്ട്, തരില്ല. അത് അങ്ങനത്തെ ഒരു മുതലാ. ആദ്യത്തെ ആ നിര്യാണം വന്ന് പോയിട്ട് പിന്നെയും ഭേദം ഉണ്ടായിരുന്നു. ഇത് അതിനേലും 10 ഇരട്ടിയാ, അല്ലേ? ഒരു വഴിക്കെടുക്കില്ല, ഏതെങ്കിലും ഒരു വഴിക്കെടുക്കണ്ടേ? അതൊരു വഴിക്കെടുക്കാത്ത മുതലാ. അപ്പൊ ഞാൻ വഴിക്കെടുപ്പിച്ച് തരാം, മതിയാ? ആ, അപ്പൊ ഈ ഉണ്ണിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി, നിനക്ക് തരാണ്ടെന്ന് മനസ്സിലായി. വേണ്ട ഉണ്ണിയെ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ നിന്നോട്? നക്ഷത്രം പറഞ്ഞു സമയം നല്ല എന്തിനാ? കിട്ടും, കബളിപ്പിക്കില്ല. അല്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് നീ അത് കയ്യിലുള്ളത് കളഞ്ഞു പോന്നിട്ട് എന്നോട് പഴി പറയരുത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? ഒരു ഇല്ലത്തേക്ക് ഞാൻ നിന്റെ പറിച്ചു നട്ടിട്ട് നീ ഇത് വിട്ടാൽ മതി ഒന്ന് ചോദിക്കണേ. ആ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. നിനക്ക് അവിടെ നിന്ന് ഒരു കടലാസം കൊണ്ട് കിട്ടേണ്ട കാര്യമില്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് നീ അത് കളഞ്ഞിട്ട് അത് കിട്ടില്ല എന്ന് പറഞ്ഞ എന്നെ പഴി പറയരുതെന്ന് പറഞ്ഞു. നീ ഒന്ന് ചോദിച്ചറിഞ്ഞേക്കണം, വിശുദ്ധ വിവരം. മനസ്സിലായില്ല? ആ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഞാൻ നിന്നൊരു ഇല്ലത്തെ കൊണ്ടുവന്ന് വെച്ച് കെട്ടിപ്പൂട്ടി വെക്കാൻ നിൽക്കുമ്പോൾ ഞാനൊരു സമയം കണ്ടിട്ട്, ഞാനൊരു ഇല്ലം കണ്ടിട്ട്, ഞാനൊരു കാര്യം കണ്ടിട്ട്, അതന്നെ ഞാൻ നിന്നോട് പറഞ്ഞു. മനസ്സിലായ? റിസൈൻ ചെയ്തിട്ട് അത് റിസൈൻ ചെയ്ത് കാണിക്കണം, ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന് കാണിക്കണം. അല്ല, അത് കബളിപ്പിക്കില്ലല്ലോ എന്നാ ഞാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവര് അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അപ്പൊ നീ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നു നേത്രത്തിന്റെ, അല്ലേ? അല്ലേ? ആർക്കാ അതിന് തന്നത്? അല്ലേ? അത് ഞാൻ മാറ്റി തന്ന. നീ അതിനെനിക്ക് പൊരുളും തന്നു. മനസ്സിലായില്ല?
എൻ്റെ അച്ഛന് അത് നേത്രത്തിന്റെ അവകാശമുള്ളൂ, മനസ്സിലായില്ല. നേത്രത്തിന്റെ ദോഷാംശങ്ങൾ തീർക്കാൻ എൻ്റെ അച്ഛന് അവകാശമുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ആ ഉണ്ണി സന്താനത്തിന്റെ അപരാധി തീർത്തപ്പോ നീ എനിക്ക് 2 നേത്രം സമർപ്പിച്ചു, മനസ്സിലായില്ല അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഇത് ഞാൻ എന്താ ചോദിച്ചേ? ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അത് എഴുതി കൊടുത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ട് അവര് തന്നില്ലെങ്കിൽ പഴി എന്നെ പറയരുതെന്നാ ഞാൻ പറഞ്ഞു. മുഴുവനും വിശദീകരണമായിട്ട് ചോദിച്ചറിഞ്ഞേക്കണം, എന്നിട്ട് നീ എഴുതിക്കോ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ മതിയാ പോലെ. അതൊക്കെ ഞാൻ തരപ്പെടുത്തി തരാം. ഞാനതല്ലേ പറഞ്ഞു. ഞാൻ മേഡം 10-ന് മുമ്പ് തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. മേഡം 10-ന് മുമ്പ് ഞാൻ തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ വാക്കാ, ഞാൻ ആ വാക്കിൽ നിന്ന് മാറില്ല, മനസ്സിലായോ? കേട്ടുള്ളൂ അല്ല, പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഉണ്ണി ദേശക്കാരനാണെങ്കിൽ ഇപ്പോഴല്ലേ എന്റെ പ്രവടിയെ കുറിച്ച് 4-8 ദിക്കിൽ അറിഞ്ഞിട്ടുള്ളൂ. ഉണ്ണി ഇപ്പൊ തന്നെയാ എന്നോട് കൂടുതൽ ഇഷ്ടത്തിലും വന്നിട്ടുള്ളൂ, മുൻപില്ല എന്നല്ല പറഞ്ഞേട്ടാ. അപ്പൊ ഉണ്ണിയുടെ കാര്യം ഞാൻ നടത്തി തന്നാ പോരെ? 1 വെള്ളി വീതം എനിക്ക് ഇട്ട് വെച്ചേ. പുസ്തകത്തിനൊക്കെണ്ട്, മനസ്സിലായില്ല. എന്താ പറയാ, 2 പേരുടെ വേറെ വേറെ എഴുതി വെച്ചേക്കാം. എന്നിട്ട് പറയാ ഇന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വെള്ളിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടി ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് കർമ്മത്തിന് പോവാൻ മായക്കാരൻ, ഇവിടുത്തെ മായക്കാരൻ തന്നെ നടപടി ഉണ്ടാക്കി തരുന്നില്ല കേട്ടോ. സ്ഥലത്തേക്ക് എത്ര വേണം? 2 പേരും കൂടി പോവാൻ. എല്ലാം ചേർത്തല്ലേ? ഇനി പിന്നെ കൂടുതൽ വേണ്ടി വരില്ല, എല്ലാം ചേർത്തല്ലേ? അത് ഞാൻ വഴിയുണ്ട. ആ മഞ്ഞുമണമാരി പെയ്യുന്ന ഇല്ലത്തെ കാലുകുത്തം വരെയുള്ള കാര്യം ഞാൻ ചോദിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ 2 പേരുടെ പേരിലും വേണ്ടിയിട്ട് വെച്ചു. ഞാൻ നടത്തിത്തരാം പോരെ? ഈ മീനം ഒന്ന് കഴിഞ്ഞോട്ടെ ഉണ്ണി. ഈ കുംഭമാസം കഴിഞ്ഞ് മീനം ഒന്ന് പിറന്നോട്ടെ. മീനം 5 കഴിഞ്ഞോട്ടെ. നിന്നെ ഞാൻ കടത്തിത്തരാം. നീ ചോദിച്ച വെള്ളി അവിടെ നിന്ന് വാങ്ങിത്തരാം പോരെ? അത് നിന്റെ കുറ്റമല്ലാന്ന്, മനസ്സിലായില്ല? എന്റെ അച്ഛൻ സങ്കല്പിച്ച് നിന്നെ എപ്പോ കുട്ടിക്കെട്ടാം. അതുവരെ എന്റെ ഉള്ളിക്ക് കർമ്മം തന്നേക്കണം, കർമ്മസ്ഥാനം തന്നേക്കണം. ഇത്രയും പറയുള്ളൂ കേട്ടോ. എന്നോട് ആരെങ്കിലും ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോന്നോ ചോദ്യം? ഏതെങ്കിലും ചങ്ങാതിമാരോട് പറഞ്ഞിട്ട് ആ ഉണ്ണിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഏതെങ്കിലും പെൺസന്താനങ്ങൾ നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഉണ്ണി പറഞ്ഞു കാണണല്ലോ? അതിനകത്ത് മതിയില്ല. ഞാൻ ഇതൊന്നും ചോദിച്ചില്ല. എത്ര വയസ്സ് പ്രായത്തിന് പറഞ്ഞു എന്നൊന്നും ചോദിച്ചിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് എന്തായി? അതങ്ങോട്ട് പൊക്കോട്ടെ. അപ്പൊ ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ടേ ഒരു മുക്കെണ്ണൻ ഒഴിക്കാനിട്ട് ആ ഞാൻ പറഞ്ഞ ഇടത്തിരിക്കാവില്ലേ, അവിടെ അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുകൊടുക്കും വണ്ണാരത്തിന് കേട്ടാ. ആ ഒരു മോഹം വെച്ചിട്ട് അതങ്ങോട്ട് ആയിക്കോട്ടെ. പഴുക്കാ മണ്ഡപത്തിലൊരു പ്രൗഢി വേറെയാ. ഒരു ദേവനും അങ്ങനെ പഴുക്കാ മണ്ഡപത്തിൽ വന്നിരിക്കുന്നില്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ദേവാദിദേവന്മാരുണ്ട്, ഒരാളും പഴുക്കാ മണ്ഡപത്തിൽ ഇരിക്കില്ല. ആ മണ്ഡപത്തിന് പ്രത്യേകത ഉണ്ട്, അങ്ങേരെ കൊടിമരത്തിനും പ്രത്യേകത ഉണ്ട്. മറ്റുള്ള കൊടിമരം നീ പോയി നോക്ക്. എന്റെ വെണ്ണക്കാരന്റെ വായുപുത്തന്റെ ആ ഗുരുഭവനപുരിയില് ആ കൊടിമരം ഒന്ന് പോയി നോക്ക്. തട്ടിനും വലുപ്പത്തിനല്ല, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അന്ന് 10 രൂപത്തിന് 10 ഭാവത്തിലയാള് അല്ലേ? ആറാട്ടൊക്കെ കഴിഞ്ഞ് കയറിയ തിരിച്ച് ആ പഴുക്കാ മണ്ഡപത്തിൽ നിന്ന് കയറി അങ്ങേറി കയറി കണ്ട പഴുക്കാ മണ്ഡപത്തിൽ കാണണ്ട ഉണ്ണി. അതല്ലേ ഏറ്റവും വലിയ സുഹൃതം ഈ ഭൂമി മലയാളത്തിൽ. വേറൊന്നല്ല സുഹൃതം, ഏറ്റവും വലിയ സുഹൃതം അങ്ങേര് പഴുക്കാ മണ്ഡപത്തിൽ ഇരിക്കുന്നതാ, മനസ്സിലായില്ല? അതെല്ലാവർക്കും കാണാൻ പറ്റില്ല. അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോ 2 പേരുടെ പേരില്ലേ ഇപ്പൊ ഞാനോട് അത് ഉണ്ണിക്ക് ചെയ്തത് അനുഭവിക്കണ്ടേ? അങ്ങേക്ക് വ്യാഴം 11 ശനി 2 ബലവാനാ. 3 രണ്ടക്കോള് എന്തോ സംഭവിച്ചാലും വീഴില്ല, മനസ്സിലായില്ല? അതിന്റെ ബലത്തിലാണ് നീ ഇരുന്നത്. ആ നക്ഷത്രത്തിന്റെ ബലത്തിലാണ്, അതായത് ആ താലിത്തുക്കത്തിന്റെ മിന്നിന്റെ ബലത്തിലാണ് നീ ഇപ്പൊ എന്റെ തിരു മുമ്പിലേക്ക്. ഈ കാളി കയറിയതാ നിന്റെ ശരീരത്തില്. കാളി കയറി ഇങ്ങനെയല്ല, അതെടുത്തിട്ട് പോണം, മനസ്സിലായില്ല? തെക്ക് ഭാഗത്ത് പട്ടട വെച്ചിരിക്കും. അങ്ങനെ വന്ന കാളിയാ, പറയേണ്ട കാളിയാ, മനസ്സിലായില്ല? നീചമായ കുലത്തിലെ കാളിയാ വന്നേന്ന്. തീർത്തു പോണം. അതിന്റെ നക്ഷത്രം ബലമാണ്, അതുകൊണ്ടാണ്.
നിനക്ക് പ്രവടിയോട് പറയാം, പ്രവടിയോടുകൂടി തന്നെ പറയാം. ഞാനെന്റെ കൂടെ മുടക്കം കൂടാക്കേണ്ട ഈ ഉണ്ണിയുടെ പേര് എല്ലാ മാസക്കാരും എനിക്കൊരു കർമ്മത്തിന് വന്നേക്കണം. എല്ലാ തിങ്കളാഴ്ചയും മുടക്കം കൂടാക്കേണ്ട അച്ഛൻ്റെ ആലയത്തിൽ ഒരു കൂളത്തിന്റെ കാരം, ഒരു കുടം കൊണ്ട് നീര്, ശരീരം മുഴിഞ്ഞ് 2 പേരെ പേരിലും നെയ്യ് കൊടുത്തേക്കും. നിനക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്കൊന്ന് വെണ്ണക്കാരനൊന്ന് പോയി കണ്ടോ. എവിടുന്ന വരുന്നത്? എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു കൂളത്തിന്റെ കാരം, ഒരു പാത്രത്തിൽ നെയ്യ് കൊണ്ട് കൊടുത്തേക്കണം. ഉണ്ണിയുടെ പേര് മുടങ്ങരുത്. മനസ്സിലായി? ഞാനുണ്ട് കൂടെ. ഞാൻ അപ്പൊ തിരിച്ച് നമുക്ക് അതുപോലെ ഒന്ന് കാണിക്കണ്ടേ? അതിന് ചുവപ്പാണോ പച്ചയാണോ നിറം കാണിക്കണ്ടേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. കളിച്ച കളി തിരിച്ചൊന്ന് കളിക്കണ്ടേ? ജയിക്കേണ്ടത് അതിനല്ലേ ജയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാനുണ്ട്. ആ കാളിയുടെ കാര്യം കഴിഞ്ഞ് പോയി, പിന്നെ വരില്ല. മനസ്സിലായില്ല? അതങ്ങനെ കട്ടായം പറഞ്ഞു വിട്ടതാ, വരാനിട്ടുണ്ടായിട്ടല്ല, കട്ടായം പറഞ്ഞു വിട്ടത്. വെള്ളി കൊടുത്തിട്ട് കട്ടായം പറഞ്ഞു വിട്ടതാണ്. ഇത് 4 ആക്കി മടക്കി ഉണ്ണിയുടെ കയ്യിലുണ്ട്. അവിടെ പുഷ്പം ഭവനത്തിന്റെ 4 ഭാഗം. അതിനാണ് ഞാനിത് തന്നെ. 8,000 18 അംഗലമായിട്ട് എൻ്റെ അച്ഛൻ തന്ന ശരീരത്തില് ഒരു പോർലേൽക്കാണ്ട് ഞാൻ നോക്കിക്കോളാം നിന്നെ. അതുപോലെ 8,000 18 അംഗല ഒരു ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ശരീരം. ഈ ശരീരത്തില് എത്ര തൂക്കമുണ്ടോ പൊക്കമുണ്ടോ എനിക്ക് കണക്കില്ല. എൻ്റെ അച്ഛൻ തന്ന ശരീരം. നിന്റെ ശരീരത്തിന് ഒരു പോർലേൽക്കാണ്ട് എന്റെ കുറുപടി ഉള്ള കാലം വരെ ഞാൻ നിന്നെ നോക്കിയാൽ വരെ പോരെ. ഞാനുണ്ട് നിനക്ക് പോരെ. അവന്റെ തിരുമുമ്പില് നേർക്ക് നേരെ നിൽക്കണം മുന്നേ. അത് എനിക്കൊരു വാശിയ, നിനക്കില്ലെങ്കിൽ. അതിന്റെ ആളങ്ങേര് തന്നെയാ. മനസ്സിലായില്ലേ? അങ്ങേര് തന്നെയൊക്കെ ആ കളത്തിലിറങ്ങി കളിച്ചത്. അതന്നെ നീചമായ കാളിനെ കൊണ്ട്. കാളി 2-3 തരണ്ട്. നീചമായ കാളി. ആൺ സന്താനം മത സേവിച്ച കുഴപ്പമില്ല, പെൺ സന്താനം മത സേവിച്ചാലോ? പെണ്ണ് മത സേവിച്ച എങ്ങനെയാ ഉണ്ണേ? അല്ല, ആണ് മത സേവിച്ചാ കുഴപ്പമില്ല, പെണ്ണ് മത സേവിച്ചാലോ? അത് തന്നെ കഥ. മനസ്സിലായി? അങ്ങനെ കൊടുത്തു വിട്ടതാ. അതുകൊണ്ടാണ്ട് ഒരു 4-ാം വേദക്കാരൻ വന്നു. പക്ഷെ 4-ാം വേദക്കാരൻ ശല്യം ചെയ്തില്ല. 4-ാം വേദക്കാരൻ ശല്യം ചെയ്തില്ല. 4-ാം വേദക്കാരൻ കൂടി വന്നതാണ്. പക്ഷെ അത്ര കാലയുള്ളപ്പോ അങ്ങേര് പിന്നിൽ നിന്നുള്ളൂ, മുന്നിലിറങ്ങി കളിച്ചില്ല. അതിന് തെറ്റും ഞാൻ പറഞ്ഞില്ല. അതെന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? തരാം. ഇതല്ലേ വേണ്ടു? 5-6 അണ്ടക്കൊടുക്കും 6ആയിട്ടോ കലകണ്ടായി. എന്തെങ്കിലും പിണക്കത്തിനിടെ ഉണ്ടായ എന്താ ഉണ്ണിയുടെ ഇത്രയും? അതെന്നെ ചോദിച്ച. ആ ഇരിപ്പിടത്തിലേക്ക് ഉണ്ണിനെ കയറ്റിരുത്താൻ പാടില്ല. അത് നിശ്ചയിച്ച വിജയിച്ച ഒരു അല്ല, ഒരു ഭാഗം കൊണ്ട് വിജയിച്ചോ എന്നാ ചോദിച്ച. അങ്ങ് വിജയിച്ചു. അപ്പൊ മറുഭാഗം കൊണ്ട് നമുക്കൊന്ന് വിജയിക്കില്ലേ? അത് തന്നെ ഞാനും ചോദിച്ചു. ഒരു ഭാഗം കൊണ്ട് അങ്ങേര് വിജയിച്ചു. നക്ഷത്രം പറഞ്ഞു സംബന്ധമായിട്ടുള്ള കൂടിക്കാഴ്ചയും അതിന്റെ എഴുത്ത് പരീക്ഷയും എല്ലാം കഴിഞ്ഞു. പിന്നെന്താ പറഞ്ഞു? അപ്പൊ ഒന്ന് അന്വേഷിച്ചു ഞാൻ നടത്തിത്തരാം. മതിയാ? അപ്പൊ നിന്റെ സമയം നല്ല അപ്പൊ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പൂവപ്പൂല്ലെന്ന് ഞാൻ നോക്കി. അതല്ല, ഞാൻ പുറത്ത് ഒന്ന് തല്ലിക്കോട്ടെന്ന് ചോദിച്ചെന്റെ കാര്യം മനസ്സിലായി. പൊക്കൊണ്ണി ഞാനും തുടങ്ങിയെങ്കിൽ എനിക്കൊരു കർമ്മം തന്നേക്കണം ആ ഉണ്ണിയുടെ പേര്. മനസ്സിലായി? ആരെ കിടന്ന് പൊക്കോളാൻ പറയും, അതിനൊന്നും തടസ്സമില്ല. നക്ഷത്രം കൊണ്ട് നല്ല ബലവാൻ. എത്ര പൈസയുണ്ട്? ഞാൻ തീർപ്പുണ്ടാക്കി തരും. അടുത്ത ചൊവ്വ ഒരു മുക്കണ്ണൻ ഒഴിഞ്ഞു വന്നിട്ട് നിന്റെ ദേശത്ത് നല്ല ഉഗ്രസ്വരൂപിണിയുടെ കാലയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞ് സന്ധ്യ മയങ്ങുമ്പോൾ ഞാൻ നിന്റെ ഇല്ലത്തുണ്ട്. ദിനം ഒരു വെള്ളി നീട്ട് വെച്ചു. അല്ല, ഞാനൊന്ന് തല്ലിക്കൊണ്ടു.
സമ്മതല്ലേ? എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊന്ന് തീർത്ത് പോണേന്ന് പറയാം. ഇപ്പൊ സമയം നല്ലതാ, കുട്ടിക്കുറുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇതൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക. അടുത്ത ചൊവ്വാഴ്ച ആയിക്കോട്ടെ. മനസ്സിലായില്ല? ഒഴിഞ്ഞു കൊടുക്ക്. ഞാൻ എൻ്റെ പോത്താങ്കോലായിട്ട് അത് കഴിഞ്ഞ് അന്ന് സന്ധ്യ മയങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. മതിയാ? ഞാനൊന്ന് തല്ലിക്കോട്ടെ. ഉണ്ണി എണ്ണം കഴിക്കാൻ മറക്കണുണ്ടാ? ഇല്ലില്ല. നീരാട്ടിന് മറക്കണില്ല അല്ലേ? ഇതിനൊന്നും മറക്കണില്ല. ഭവനത്തിൽ ദിനചര്യ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും മറക്കില്ല. എനിക്ക് വെള്ളിടാൻ മാത്രം മറക്കണുള്ളൂ. അപ്പൊ ഞാൻ അതുപോലെ തന്നെ മറന്നാലോ? ഉണ്ണിക്ക് കിട്ടാത്ത രേഖകളൊക്കെ തരാനും അതുപോലെ തന്നെ ഉണ്ണിയുടെ മുൻപായി രേഖാൻ പോലെ പ്രവർത്തിക്കുന്ന ഉണ്ണികളൊക്കെ മാറ്റി നിർത്തി ആ വേലിപ്പത്തിലൊക്കെ ഞാൻ വാട്ടി വിളച്ച് കെട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അതിനെ പറഞ്ഞ് അതെന്നോട് അഴിപ്പിക്കരുത്. നീയും ആ ഉണ്ണിയും മാതാവും ഉണ്ണിയ അല്ലെങ്കിലോ? മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ? ഇനിയിപ്പോ ഞാൻ കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അകലച്ചുണ്ടാവില്ലാന്ന്. സ്നേഹബന്ധം ആഴത്തിൽ കെട്ടിമുറുകാം. അല്ലെങ്കിലോ അകലച്ചുണ്ടാവുന്ന ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണം. അതിന് ഇത്തിരി പക്വത കുറവുണ്ടാവും. ഒരു അറിവില്ലായ്മയുണ്ട്. കുഴപ്പക്കാരിന്നല്ല ഞാൻ പറഞ്ഞേട്ടാ. ഉണ്ണിയ സ്നേഹമുള്ള ഉണ്ണിയാ. അതെല്ലാം ഞാൻ നിനക്ക് കൊണ്ടുവന്നതെന്ന് വെക്കും. അറിയാൻ പറ്റില്ല. കഴിഞ്ഞാലും കഴിഞ്ഞിരിക്കും. ഞാൻ ഇപ്പോഴത്തെ കഥയല്ല പറഞ്ഞേട്ടാ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അറിഞ്ഞൊന്ന് കാണിക്കുന്ന ഒരു അടയാളം അത് തന്നെയല്ലേ? അപ്പൊ എന്റെ കണ്ടത്തിൽ നിന്റെ ഉണ്ണിയുടെ മംഗല്യം കഴിഞ്ഞിട്ട് ഇതാണ് ഈ കാണാവുന്ന ഉണ്ണികൾ വരുമ്പോൾ കാണണ്ടേ? അപ്പൊ അടുത്ത ദിനം വന്ന് തന്നോളൂ. ഞാനുണ്ട്. അത് നിന്റെ മനസ്സിൽ തോന്നിയതല്ലേ? അപ്പൊ ഇച്ചിരി വലുത് എനിക്ക് തരൂ. നിന്റെ സമയം മാറിയിട്ടുണ്ട്. അതെനിക്ക് തീർന്നേക്കാം. മനസ്സിലായി? ശരിയില്ല, സമയം മാറി. അതെല്ലാം പറഞ്ഞു പൊക്കോളാം. ഞാൻ ഉണ്ടാക്കി തരാൻ. എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാസങ്കല്പമുള്ള ആ സ്ഥലത്ത് എല്ലുതിരി കെട്ടിട്ട് അത് മുടക്കണം. അതുപോലെ തന്നെ കൃത്യതയോടുകൂടി ബലവീരം ചെയ്യാനും പരിപാലിക്കാനും ഏതുണ്ണികൾ വന്നാലും വെച്ച് വിളമ്പി കൊടുക്കാനും സന്തോഷമായിട്ട് വചനുണ്ടാവാനും എല്ലാത്തിനും ഒരു അറിവും പ്രാപ്തിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നീ ചെയ്യേണ്ട കാര്യം ആ ഉണ്ണി നിന്ന് ചെയ്യാം. അതിന് തെറ്റ് പറയണ്ടെന്ന് മനസ്സിലായില്ല? സന്തോഷം തന്നെയാണ്. ത്തിന്റെ കൂട്ടിൽ നിന്ന് ആ ചരടയിൽ നിന്ന് കെട്ടഴിച്ചു പോരാൻ. മനസ്സിലായ? സമ്മതിച്ച? ഒരു പെൺസന്താനം പിടിച്ചു വെച്ചിരിക്കുക. ആ കൂട്ടിൽ നിന്ന് ഇറങ്ങണം. അതിന് ഉദരത്തിലേക്ക് ആ പെൺസന്താനം ഒരു വിഷകാനി കൊടുത്തു. ഇതിന് മുമ്പും കിട്ടിയിട്ടുണ്ട് 2-3 വട്ടം അല്ലേ? ഇതിപ്പോ എന്നിട്ടും പഠിച്ചിട്ടില്ല ആ ഉണ്ണി അല്ലേ? അപ്പൊ ആ ഇതിന് മുമ്പ് കൊണ്ടുപോയ കളഞ്ഞ് ഇല്ലല്ലേ? എൻ്റെ അച്ഛൻ്റെ അവിടെ കൊണ്ടുപോയിന്ന് കളയെ. തീർപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. ഉത്തര നക്ഷത്രല്ലേ പറഞ്ഞ്? അവരുടെ സമയം നല്ലതാ. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? അതിന് മുമ്പ് ആ ഉണ്ണിക്ക് തോന്നിക്കാനായിട്ട് നീ നിന്റെ ഇല്ലത്ത് പോയിട്ടൊരു ദീപം തെളിയിച്ചിട്ട് വാ. 2 നേരം എനിക്ക് വേണ്ടി ഒരു വെള്ളിയിട്ട് വെച്ചു. ആ ഉണ്ണിയുടെ പേരില് ഒരു വീഴ്ചയും കൂടി ഉണ്ട്. ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലേ? അപ്പൊ നിനക്ക് കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലേ? മാറിയ ഇങ്ങനെയാണോ വന്നേ? അല്ലല്ല, കുറച്ചും കൂടി നല്ല രീതിയിലല്ല വന്നേ. ബോധമില്ലാണ്ട് കിടന്നു എത്തിരി നേരം. അല്ല, ബോധമില്ലാണ്ട് കിടന്നു വെച്ചുള്ളൂ. ആളില്ല ഉണ്ടായില്ല തന്നെ ചോദിച്ചു. നിന്റെ കൂടെ ആരുണ്ടായിരുന്നു, അവർക്ക് എന്ത് പറ്റിയെന്നും ഞാൻ ചോദിച്ചില്ല. ഇത്തിരി ഭാഗം ചെത്തിമിനിങ്ങി പോയല്ലോ. അത് പിന്നെ മുറിവ് കൂട്ടാം. ഇതിനകത്ത് വേറെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ വന്നെങ്കിലോ? മനസ്സിലായില്ല? ഏച്ചിക്കുട്ടി ഒടിവ് സംഭവിക്കേണ്ടി വന്നെങ്കിലോ? വന്നില്ല. പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. അത് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ നിനക്ക് എൻ്റെ ഇല്ലത്ത് വന്നതിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ നിന്റെ ദശാന്തി ആ ചൂലക്കാരൻ കുറിച്ച് വെച്ചത് ഒരു മേടപ്പുലരി വരെ. അതായത് നിനക്ക് വെള്ളി എടുത്ത് വെച്ചാലും ആ വെള്ളിക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവില്ല ആൾ. മനസ്സിലായില്ല? അതാ സംഭവം. അതായത് വ്യാപാരം നടന്നാലും അതുപോലെ തന്നെ നിനക്ക് കിട്ടാനുള്ള വെള്ളി കിട്ടാനും വ്യാഴം പ്രസാദിക്കണ്ട. അപ്പൊ വ്യാഴം ഇത്തിരി അഷ്ടമത്തിൽ നിൽക്കാം. അതിനാണ് ശൂലക്കാരൻ്റെ ആസ്ഥാനത്തും അച്ഛനും വെണ്ണക്കാരൻ. അത് ശരിയായിട്ടുള്ള ആസ്ഥാനം. ഗുരുഭവനപുരിക്ക് എഴുതി വെച്ചു. ഞാൻ തരാം. പോരെ? ഇനി സങ്കടം പറഞ്ഞു വരേണ്ടി വരില്ല. പോരെ? പൊക്കോളെ. ഞാൻ പറഞ്ഞല്ലോ എന്നോട് പൊക്കോളെ. പിന്നെന്ത്?
ഇതൊന്നും അവിടെ തന്നെ അതിനനുസരിച്ച് നീ നിശ്ചയിക്കുന്നതിലും കൂടുതൽ വെള്ളി നിനക്ക് ഞാൻ തണ്ട്. പിന്നെ ഏത് വഴിക്കാ പോകണമെന്നാ ഞാൻ ചോദ്യം. ഒന്ന് ചവിട്ടി പിടിക്കും, ഞാൻ ചവിട്ടി പിടിച്ചു തരാൻ തൊട്ട് മതിയാ മതിയാ. ഒന്ന് ചവിട്ടി പിടിക്കും, ഞാൻ ചവിട്ടി പിടിച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അതവിടെ ഒരു തടസ്സം നോക്കി. എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, അതൊരു മുടക്ക് വരുത്തിട്ട് എൻ്റെ കണക്ക് തീർത്തിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നാൽ മതി എന്നാ പറഞ്ഞ് ആൾക്കാരും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞു, മനസ്സിലായ? ഒക്കോ ഞാൻ നടത്തി തരാം. പോരെ പോരെ. ഇത് അവിടെ കൊണ്ടുവന്നിട്ടോ. എവിടെയാ? നിന്റെ ഭവനത്തിൽ ഇട്ടാ. 4 ഭാഗത്തും ഇട്ടോ. ദിനം ഒരു 5 വലത്ത് വെച്ചിട്ടേ ഒഴിഞ്ഞാ പഠിക്കിട്ടു. 5 വലത്ത് വെച്ചു. എഴുത്ത് പരീക്ഷയ്ക്കിരിക്കുന്ന സമയത്ത് ശരി ഏതാണോ തെറ്റേതാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുന്നത് മാത്രം പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുത്തേക്കാൻ പോലെ. നിന്റേതായ കാര്യങ്ങൾ പറയാനായിട്ട് എത്ര വയസ്സുണ്ടോ നീ? അവിടേക്ക് കുഴപ്പമില്ല, അതും നീ അറിഞ്ഞിട്ട് തന്നെയാ. അവർക്ക് എത്ര നാളത്ത് ചെയ്ത പരിചയ വേണ്ടു, വയസ്സല്ല പ്രാധാന്യം അല്ലേ? അപ്പൊ നിനക്ക് തന്നെ മുൻഗണന, നിനക്ക് തന്നെ മുൻഗണന. മനസ്സിലായില്ല? അവിടെ 7 ഉണ്ണികൾ വരും, നിനക്ക് തന്നെ മുൻഗണന. പോരെ. ആ ചില്ലിട്ട മുറിയിലെ 3-4 ഉണ്ണികളുണ്ടാവും, അതിലൊരു പെൺസന്താനം ഉണ്ടാവും. അവരാ അതിന്റെ നെടുതായ യുദ്ധം വഹിക്കുന്ന ആള്. നിനക്ക് സന്താകണേ നീ പോയി നോക്കിക്കോ, ഞാനല്ലേ പറയും. അപ്പൊ അവർക്ക് പരിചയ വേണ്ടു, പഴക്കമുള്ള ആള് വേണം. വയസ്സിലല്ല പ്രാധാന്യം. അപ്പൊ നിന്നെ ഞാൻ കയറ്റി തരാം. ഇത് 4 ആക്കി മുടക്കി നിന്റെ കയ്യിലുണ്ടായിക്കോ കേട്ടാ. അതല്ല, നിനക്ക് നീ 4 ആക്കി മടക്കി നിന്റെ കയ്യിൽ വെച്ചോടാൻ പറഞ്ഞു. പിന്നെ നിനക്ക് എന്താ ശരീരത്തിലുണ്ടായാൽ അവിടെ ചെന്നാലും കർമ്മത്തിനിരിക്കുന്ന സമയത്തും ഉണ്ടായിരിക്കണം. 2 നേരം നിന്റെ ഭവനത്തിലെ ഉണ്ണികളോട് പറഞ്ഞേക്കാ, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എനിക്കായിട്ട് വെള്ളിട്ട് വെക്കാൻ. നിനക്ക് വേണ്ടി എനിക്കായിട്ട് വെള്ളി 2 നേരം. ആരെ കടന്നിൻ? ഏത് ദിക്ക്? വെള്ളിക്ക് ഉയർച്ച ഞാൻ പറഞ്ഞ പോലെ. അപ്പോ മുടക്കം കൂടാതെ കണ്ട് എല്ലാ മാസക്കാലം എനിക്കൊരു 3 മാസക്കാലം അടുപ്പിച്ച് എനിക്കൊരു കർമ്മത്തിൽ തന്നേക്കാം നിന്റെ പേര്. ഇനി ഉണ്ണിക്കല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കഷ്ടനഷ്ടം വരുന്നു ചിന്തിച്ചില്ല. അന്ന് രാജാവിനെ പോലെ കാണു നീ, ഇപ്പൊ പ്രജയിലെ പോലും താഴ്ത്തുകയായി അല്ലേ? അന്ന് പ്രൗഢിയായിരുന്നു അല്ലേ? എല്ലാം കൊണ്ടും അല്ലേ പറഞ്ഞു, എല്ലാം കൊണ്ടും പ്രൗഢിയായിരുന്നു. അതൊക്കെ പോയി അല്ലേ? ഇനി അതൊന്ന് തിരിക്കണം. ഇനി ഒരു കയറ്റം കൂടി കയറണം നമുക്ക് അല്ലേ? അത് പിന്നെ ഇറങ്ങാൻ പാടില്ല. ഇപ്പൊ സമയം നല്ലത്, ഞാൻ കയറ്റി തരാം. പോരെ. സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയല്ലേ വേണ്ടു. നിന്നെ ദേഹപരിശോധന ഉണ്ടാവുമെന്നോ ചോദ്യം ഇല്ല. അപ്പുറച്ചം പോലത്തെ കിട്ടുന്നു. നിന്റെ വചനങ്ങളും നീ ചെയ്യുന്ന പ്രവൃത്തി കാണിച്ചു കൊടുക്കുന്ന ആ കൂടിക്കാഴ്ചക്ക് ഞാനൊരു 10 തന്നാ നിനക്ക് കയ്യിൽ വെക്കാൻ പറ്റുമോ? മനസ്സിലായില്ല ഞാൻ പറഞ്ഞു. അതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. നീ ഒരു തുള്ളി മണ്ണ് കൊണ്ടുപോകാം, വിൽക്കാണ്ട് ഞാൻ നോക്കാം. നിനക്കിനി അതാ വേണം പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാവാം. അല്ല, നീ 2 മനസ്സാലല്ലേ വന്നേ. അപ്പൊ നീ ഒരു മനസ്സിൽ ഉറപ്പിച്ച ഞാൻ ആ ഒരു ഭാഗത്ത് നിൽക്കാം. എന്തായാലും അത് വിറ്റുവലം വരാൻ നിനക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരും. സങ്കടപ്പെടണ്ട. മനസ്സിലായില്ല? അത് വിറ്റിട്ടാ നമുക്കത് വില ആ കഷ്ടനഷ്ടം തീർത്താൽ പിന്നെ ഒരു ഉണ്ണികളോടും നിവർന്ന് നിന്ന് നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അത് വിറ്റ് വില മാറി നിന്റെ കഷ്ടനഷ്ടം തീർത്തരാം. ഈ പോയതൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചു തരാം എന്നാ പറഞ്ഞ്. ഇത് പോയാലും അതിന്റെ അപ്പുറത്തൊരു പുല്ല് കൊന്നാ പോരെ. പോരെ, ഇറങ്ങിക്കോ, ഞാൻ തരാം. പോരെ. ദീപത്തിൽ എരിഞ്ഞടങ്ങണത് നീ കാണുന്നു. ഇനി ചങ്ങാത്തം വേണ്ട. വന്നപ്പോഴും ഒറ്റയ്ക്കില്ല, അതിനിടയ്ക്ക് വരുന്ന ചങ്ങാത്തല്ലോ. അപ്പൊ ആ ചങ്ങാത്തം കുറിച്ചു മതിയാ. നാമോദയം പറഞ്ഞു ഉച്ചസ്ഥലം നിന്ന സമയത്ത് നീ ഇതൊക്കെ മറന്നു. അതായത് ഒരു കയറ്റമുള്ളപ്പോൾ അടുത്തതൊരു ഇറക്കം എനിക്കുണ്ടെന്ന് നീ ചിന്തിച്ചില്ല. ഈ കയറ്റം തന്നെ ഉണ്ടാവുമെന്ന് നീ ചിന്തിച്ചു. അതിൽ വന്ന് ഒരു അന്ന് ഇടത്തും വലത്തും കാര്യങ്ങൾ പറയാനും വെള്ളി ഇറക്കാനും വെള്ളി വാങ്ങാനും കൊടുക്കാനും വാങ്ങിച്ചു തരാനും ഉണ്ണികളുണ്ടായിരുന്നു. ഇപ്പോൾ അവര് വാങ്ങിച്ചതും നിന്റെ തലയിലൊരു ചുമടായി. നീയല്ലേ വാങ്ങിച്ചേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല.
അല്ല നീയല്ലേ വാങ്ങിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വാങ്ങിച്ചു കൊണ്ടുപോയ ഉണ്ണികൾക്ക് രേഖയില്ല. നീ വാങ്ങിച്ചതിന് രേഖയുണ്ട്. ഇത്രയും പറഞ്ഞാൽ ഞാൻ തീർപ്പുണ്ടാക്കി തരാം പോലെ. ആ ഇപ്പൊ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഇപ്പൊ നീ ഒറ്റയ്ക്കായി അല്ലേ? ഒരു മലമുകളിൽ അല്ലെങ്കിൽ ഒരു വെളിമ്പറമ്പിൽ ഒറ്റയ്ക്ക് ചെന്ന് നിന്ന പോലെ അല്ലേ? അതുവരെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും 4-8 ദിക്കിലും ചങ്ങാതിമാരുണ്ടായിരുന്നു, മറ്റുള്ള സന്ധുബന്ധുമിത്രാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിനക്ക് കഷ്ടനഷ്ടം വന്നപ്പോ നീ മാത്രമായി. ഇപ്പൊ ഒരു പാടായി. ഒരു പിടി മഞ്ഞപ്പൊട്ടി വെണ്ണക്കാർ കേട്ടാ, മനസ്സിലായി? ഒരു കടലാസുണ്ടിൽ നിനക്ക് വേണ്ട കാര്യം എഴുതാം. നിന്റെ 4 പേരുടെ പേര് എഴുതാം, നക്ഷത്രം എഴുതാം. എൻ്റെ ഈ ഇല്ലത്തിൻ്റെ പേര് എഴുതാം, എൻ്റെ പേര് എഴുതാം. അണ്ട് ഒരു നീലപ്പട്ടിൽ ഒരു പിടി വെള്ളി ചേർത്ത് എനിക്ക് മേടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഭവനുണ്ടാക്കി തരണം, കണ്ണുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. മനസ്സിലായോ? എല്ലാ മാസവും എനിക്ക് 4 പേരുടെ പേര് ഒരു കർമ്മം തന്നേക്കണം കേട്ടോ. മനസ്സിലായോ? ദിനം 2 നേരം എല്ലാവരും കുഞ്ഞു വീട്ടിട്ട് വെച്ചേക്കണം. മനസ്സിലായ? വാഹനം സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തട്ടുമുട്ടുണ്ടായിട്ടുണ്ടോ? 1-2 വട്ടം ഉണ്ടായി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അത് നിന്റെ ദശാന്തല്ലേ എവിടെയെങ്കിലും മോട്ടിവിട്ടായോ? അല്ല ഞാൻ പറഞ്ഞ നിന്റെ അത് ആ ഉണ്ണിക്കും കൂടി നിന്റെ ദശ അതുകൊണ്ട് ആ ഉണ്ണിക്കും കൂടി കേടുവരാൻ പാടില്ല. മനസ്സിലെ കൂട്ടുകച്ചവടം എന്നല്ല പറഞ്ഞേ, 2-3 പേരുടെ പേരിലല്ലേ? അപ്പൊ ഒരാൾക്ക് വന്നാലും 2 പേരും ശരിയല്ലേ? വരവുണ്ടായാലും ചെലവുണ്ടായാലും തുല്യല്ലേ? അങ്ങനെയല്ല ഉടമ്പടി. അതിന് വരുന്ന എന്ത് ഉണ്ടായാലും 2 പേര് അനുഭവിക്കണ്ടേ? വേറെ ഉണ്ണി സന്താനത്തിന്റെ ശരീരത്തിൽ കൊണ്ട് തട്ടി കഴിഞ്ഞാലും അതിന്റെ കേടുപാട് 2 പേരും കൂടി ചെന്ന് തീർക്കണ്ടേ? ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കാൻ പറഞ്ഞു കേട്ടാ. പൊക്കോ ഞാൻ തന്നെ മതിയാ ാതിരിക്കാൻ പറ്റും. അതായത് ആ കർമ്മ മേഖലയിൽ തടസ്സം തന്നെ. അത് നിന്റെ കുറ്റമല്ല, നിന്റെ ജന്മനക്ഷത്ര നാളിന്റെ കുറ്റം. അപ്പൊ ഇനിയുള്ള കാലം നിനക്കതിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ. മനസ്സിലാവണ്ട? അതിനെ ചെമ്പോലത്തൽ തന്നെ സമ്മതിച്ചാ പൊക്കോ. ഇത് ദിനം 2 നേരം എന്റെ അച്ഛന്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു കൂവളത്തിന്റെ ഹാരം, നിന്റെ ശരീരം ഒഴിഞ്ഞ് ഒരു പാത്രം നെയ്യും, മുന്നിലും പിന്നിലും ദീപം തെളിയിച്ചേക്കാം. മനസ്സിലാവണം? എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും മാറി മാറി. ഒരു ചൊവ്വാഴ്ച ഇളനീരാണെങ്കിൽ ഒരു ചൊവ്വാഴ്ച ക്ഷീരം കൊണ്ട് ആട്ടം കഴിച്ചേക്കാം ശൂലക്കാരന്. മനസ്സിലായില്ലേ? മയിൽവാഹനന്. മനസ്സിലായ? എന്താണെന്ന് വെച്ചാൽ നിന്റെ ദശാദിക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. വ്യാഴം ഒന്ന് പ്രസാദിക്കാൻ വെണ്ണക്കാരെ പൊതിഞ്ഞ് വയ്ക്കാൻ പറയും. ഇത് 4 മടക്കി നീ കൊണ്ടിടുന്നേക്കാം. മനസ്സിലാവണ്ട? ഇത് ഈ ചെമ്പോലത്തകട് കയ്യിലുള്ളപ്പോ പെറ്റു പ്രസവം കഴിഞ്ഞ് ഇല്ലത്തോ ആ ഉണ്ണിപ്പോ ഇതെല്ലാം കാണാനോ ആ പെൺസന്താനത്തിനെ കൂടെ കാണാനോ ആ ഔഷധാലയത്തിലേക്ക് പോകുമ്പോൾ ഇതെന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നിര്യാണം വന്ന് 16 ദിനത്തിലുള്ള നിക്കാ ഭവനത്തിലേക്ക് പോകേണ്ടതോ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചെമ്പോലത്തകട് നിന്റെ കയ്യിലുണ്ടായിരിക്കും. അല്ലാത്ത സമയത്ത് നിന്റെ കയ്യിലുണ്ടായിക്കോട്ടെ. നീ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഞാൻ നിനക്ക് തന്നേക്കാം. ദിനം 2 നേരം വെള്ളിയിട്ട് വെച്ചേക്കാം കേട്ടാ. കർമ്മത്തിൽ വന്നേക്കണം. മനസ്സിലായ? നീ പോകുന്നവരെ മുടക്കം കൂടാക്കണ്ട്. എനിക്ക് വെണ്ണക്കാരൻ്റെ ആസ്ഥാനത്തേക്ക്, വെണ്ണക്കാരൻ്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് മനസ്സിലായ പൊതിഞ്ഞു വെച്ചേക്കാം. 2 നേരം ദിനം മുടക്കം കൂടാതെ എനിക്ക് വെള്ളിയിട്ട് വെച്ചാൽ ഏതായാലും ഒരു മാസക്കാലം അവധി പിടിക്കുമല്ലേ? അപ്പം ഞാൻ പറഞ്ഞ മേടം 10 ശരിയായി. നീ എവിടുന്ന് വരുന്നേ? നീ ചെറുപ്പത്തിൽ നിന്ന് പറഞ്ഞ 5 വയസ്സ് കാലത്താ. നീ ആടും മോശമില്ല. വല്ല വെണ്ണക്കാരനെ മാറ്റിയിട്ട് നിന്നവിടെ ഇരിക്കുന്നത് എത്ര ഉണ്ടായിന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അത് പറഞ്ഞാൽ മതി. അത് പോരല്ലോ ഉണ്ണി. എന്തോ ഓർമ്മയില്ലാണ്ട് കോടീശ്വരനാക്കി തരില്ല. കണക്കൊക്കെ തീർത്ത് ഭംഗിയാക്കിയിട്ട് ഇനി നിങ്ങൾക്ക് തെറ്റുപറ്റാതെ കണ്ട് കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളിൽ നിന്ന് പരിപാലിക്കും. അതാണ് എൻ്റെ ഈ ഇല്ലത്തിന്റെ ഒരു വിശേഷണം. മനസ്സിലായ? അല്ലാതെ കണ്ട് അടുത്ത ദിനം വരുമ്പോ അത് ചെയ്യും ഇത് ചെയ്യും ഇന്നത് തരാം. അങ്ങനില്ല. എല്ലാ കേടുപാടുകളും ഞാൻ നല്ലൊരു വൈദ്യനാ. മനസ്സിലായില്ല? മനസ്സിലായ? ഞാൻ പറഞ്ഞു നല്ലൊരു വൈദ്യനാണ്. എന്താ പറഞ്ഞേ? ഏതൊരു ഉണ്ണി വന്നാലും ആ ഉണ്ണി സന്താനത്തിന് വന്നിരിക്കുമ്പോ ഇന്ന കേടുപാടുണ്ടെന്ന് അറിഞ്ഞു പറയുന്നവനാ വൈദ്യൻ. മനസ്സിലായ? ശരീരത്തിൽ തൊടണ്ട. ചില നല്ല വൈദ്യന്മാര് കിട്ടണ്ട. ശരീരത്തിൽ തൊടില്ല. ഇന്നതില്ലേ ഇന്നതില്ലേ എന്ന് ചോദിക്കും. അതാണ് നിപുണൻ. മനസ്സിലായ? ഞാൻ അങ്ങനത്തെ ഒരു മുതലാണ്. മനസ്സിലായ? അപ്പൊ ഇതൊന്ന് കണക്കൊന്ന് തീർത്തോ. ദിനം 2 നേരം വെള്ളിട്ട് വെച്ചോ. മനസ്സിലാവണ്ട? എന്നിട്ട് നിന്റെ വ്യാപാരാധികാര്യം പറഞ്ഞു മുടക്കം കൂടാതെ കണ്ട് എന്നെ 30 നാൾ കൂടുമ്പോ എന്റെ വിശേഷ ദിവസം വന്ന് കണ്ടു. എനിക്ക് കർമ്മം തന്നോ, ഞാൻ നിനക്ക് പടിപടിയായി ഉയർത്തി തരാം. മതിയാ? അത് നീ ഒരു 3-4 ആണ്ടക്കോൾക്ക് ഒരു പ്രൗഢി ഉണ്ടായില്ലേ? ആ പ്രൗഢിലേക്ക് നിന്നെ ഞാൻ കൊണ്ടു നിർത്തി തരാം. മതിയാ? ആ 4 ആണ്ടക്കോളിന് ഇടയ്ക്ക് നീ എന്തെങ്കിലും ഭവനത്തിൽ വ്യത്യാസം വരുത്തിണ്ടാവുന്നേ? ഇപ്പോഴും ചോദ്യത്തും ഞാൻ മാറ്റണില്ല.
ഞാനല്ലല്ലോ ചെയ്ത. അപ്പൊ വ്യത്യാസം വരുമ്പോ ആദ്യത്തെ കണക്കിന് നോക്കണ്ടേ? രണ്ടാമത് നോക്കിയാ ഇതിന്റെ നാവിൻ തുമ്പിന്ന് വീഴാൻ വേണ്ടിട്ട് നിന്നെ ഈ നേരം വരെ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയതിന്റെ കാര്യം മനസ്സിലായ? എന്നിട്ടും തീർന്നില്ല. ആ മനസ്സിലായില്ലേ? നീ ഇട്ട കുപ്പായ ഒരു ഭാഗം നീളം കുറവ് ഒരു ഭാഗം നീളം കൂടുതലായ ചന്ത ഉണ്ടാവൂ? എന്ത് കുപ്പായല്ലേ? നാണം മറക്കല്ലേ വേണ്ടു? അപ്പൊ ഇതൊന്ന് തീർത്തിട്ട് ദിനം ഒരു വെള്ളിട്ട് വെച്ചോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. മനസ്സിലായ? ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് കൊണ്ടുവരാം. പൂജാതി കർമ്മം കഴിച്ച് ഞാൻ തിരിച്ചു തരാം. ആ ഭവനത്തിന്റെ നല്ല തച്ചനായിരിക്കണം. മനസ്സിലായില്ല? എൻ്റെ ആലയം കുറ്റടിച്ച് വെട്ടിപ്പണിയുന്ന തച്ചനായിരിക്കണം. എൻ്റെ പോലല്ലേ ആലയങ്ങളിൽ ഉടപ്പുറന്നുള്ള ആരായിക്കോട്ടെ ആലയം പണിയുന്ന തച്ചനായിരിക്കണം. മനസ്സിലായില്ല? കണക്കിൽ നിപുണനായിരിക്കണം. മനസ്സിലായ? വെട്ടിപ്പണിതിട്ട് നീ വാ. എന്നിട്ട് നിനക്ക് ഈ പറഞ്ഞ വിശേഷണങ്ങൾ മാറ്റം വരത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നല്ല, എൻ്റെ ഒരു ഇല്ലത്തും ഞാൻ ഇരിക്കില്ല. മതിയാ? മതിയാ? ദിനം 2 നേരം വെള്ളിട്ട് വെച്ചേക്കണം. സമ്മതിച്ചാ? അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചിത്രം തരാം. നീ അവിടെ വെച്ച് 2 നേരം ദീപം തെളിയിച്ചോ. നീ 2-3 ആണ്ടക്കോൾക്ക് മുമ്പ് നീ എങ്ങനെ പ്രൗഢിയിലിരുന്നോ അതേ പ്രൗഢിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരാം. മതിയാ? എന്നെ മറക്കൂ. നിന്റെ ദേശത്തുള്ള മുതലല്ല ഞാൻ. ഇത് കുറച്ച് ഭാഗം ഇട്ടാവട്ടത്തുള്ള ആളാ ഞാൻ. എന്നെ കേട്ടിട്ടുണ്ടോ ഞാൻ ഏതാ മുതലെന്ന്? അല്ല, അതറിഞ്ഞാ മതി. മറ്റുള്ള കരുക്കളുടെ മാതിരി അല്ല ഞാൻ. കാര്യം പറഞ്ഞ കാര്യം സമയത്തിന് നടത്തി കിടന്നാൽ എനിക്ക് തരാന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങിക്കും. അങ്ങനെ ഒരു ശീലം കൂടി ഇരിക്കുന്നുണ്ട്. അതും കൂടി നീ അറിഞ്ഞു വെച്ചു കേട്ടാ. അപ്പൊ ദിനം 2 നേരം വെള്ളിട്ട് വെച്ച് നീ പ്രാർത്ഥിച്ചോ, ഞാൻ തന്നേക്കാൻ നിനക്ക് പൊക്കോ. ചെയ്യുന്നൊരു മുറിയര. അതാണ് അടുക്കളയ്ക്ക് തനം പടയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ വല്ലയിടത്തും കൊണ്ടു വെച്ചാൽ പോലെ. അടുക്കള എന്തിനാ ഇന്ന സ്ഥലത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ എന്തിനാ? മനസ്സിലായ? ഇപ്പൊ നിനക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് തോന്നുന്നുണ്ടാ? ഇതൊരു വഴിക്കത്തിട്ട് എന്നിട്ട് വേണ്ട നിന്റെ വെള്ളിയുടെ കാര്യം പറയാൻ. എന്നിട്ട് നിനക്ക് ധൃതിയുണ്ടാ? എനിക്ക് ധൃതിയൊന്നുമില്ല. ഇതൊരു വഴിയാവട്ടെ. മനസ്സിലായില്ല? നിന്റെ ഭവനത്തിലേക്കല്ല അവിടുന്ന് വെള്ളി കൊണ്ടുവരണേ. നിന്റെ ഭവനത്തിലെ കണക്ക് പിഴച്ചു കിടക്ക. അപ്പൊ 10 വെള്ളി കൊണ്ടു നിനക്ക് 15 വെള്ളിക്ക് ചെലവുണ്ടാവും. മനസ്സിലാവണ്ട? അന്നം പാചകം ചോദിച്ചാൽ കേട് വരണ്ട. അന്നം പാചകം ചോദിച്ചാൽ കേട് വരണ്ടോന്ന്. ചാറുള്ള പദാർത്ഥങ്ങളെ, അതായത് മത്സ്യൊക്കെ പാചകം ചെയ്ത് വെച്ചാല് നീര് തെളിഞ്ഞു നിൽക്കണ്ടോന്ന്. നീയല്ലേ അതിന് ചേരുവ ചേർത്തത്? നീയല്ലേ വെച്ചേ? അല്ലേ? പാകത്തിലുള്ള ചേരുവ ചേർത്ത്. അപ്പൊ പിന്നെ എന്തത് നീര് തെളിഞ്ഞു നിന്ന്? നിത്യം വെക്കുന്ന അടുപ്പിന് വ്യത്യാസം വന്നിട്ടില്ല, ചേരുവയ്ക്ക് വ്യത്യാസം വന്നില്ല, കൂട്ടുന്ന കൂട്ടിനും വ്യത്യാസം വന്നില്ല. മത്സ്യത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലേ? ചാറുള്ള കറി എന്തായിക്കോട്ടെ അതിനൊക്കെ നീര് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലേ? ശരിയല്ലേ? നിനക്ക് നിണമ്പോക്കിന് വ്യത്യാസം ഉണ്ടാ? ഇനി അടുത്തൊരു ചോദ്യം. അങ്ങനെ നിനക്കറിയാം? നിനക്കാണ് അപ്പൊ നിണമ്പോക്ക് വരില്ല? ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായോ നിനക്ക്? നിണമ്പോക്കെന്ന് മനസ്സിലായി? പെൺസന്താനങ്ങൾ 28 ദിനം കൂടുമ്പോൾ 7 നാൾ അശുദ്ധി വരും. അതിന് വ്യത്യാസം ഉണ്ടോന്നാ ചോദ്യം. ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല. അതിന് വ്യത്യാസം ഉണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് ഒരു ദിനം ഉണ്ടായി, അടുത്ത ദിനം ഉണ്ടാവില്ല, പിന്നത്തെ ദിനം കൂടുതലുണ്ടാവും. അങ്ങനെയുണ്ടാ? ഇതന്നെ വ്യത്യാസം എന്ന് പറഞ്ഞേ. പിന്നെ ഇങ്ങനെ നീ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ? ഞാനത് ചോദിച്ചിട്ടില്ല. നീ എന്താ പറയാത്ത കാര്യം എന്തിനാ പറയണേ? ഞാൻ എന്താ നിന്നോട് ചോദിച്ചേ? 28 നാൾ കൂടുമ്പോ പെൺസന്താനങ്ങൾക്ക് അശുദ്ധി വരുമ്പോ മോളിന് താഴ്ത്തിക്ക് കുറഞ്ഞു വരണം. അങ്ങനെയല്ലേ? ഇന്നൊരു ദിനം ഉണ്ടായി, അടുത്ത ദിനം ഉണ്ടായില്ല. അടുത്ത ദിനം ഉണ്ടാകുമ്പോ ഇതിൽ ഈ തലേ ദിനത്തും കൂടി ചേർത്തുണ്ടാവുക. അങ്ങനെ പാടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ നിന്റെ ഉദരത്തിനകത്തെ പാത്രത്തിന് കേട് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നിന്റെ ഭവനത്തിന്റെ കണക്ക് കേട് പറഞ്ഞേക്കണം. രണ്ടാലൊന്ന് വെട്ട. മനസ്സിലായ? രണ്ടാലൊന്ന് വ്യത്യാസം വന്നാൽ അങ്ങനെ വരുള്ളൂ. പിന്നെ ഭവനത്തിൽ വീണിരിക്കണം. അത് നെടുനായകത്വം വഹിക്കുന്ന ആൾ. അതായത് ഒന്നില്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ്. അവര് 2 പേരില്ലെങ്കിൽ പുരുഷൻ. അങ്ങേർക്കാണ് ഭവനത്തിന്റെ സ്ഥാനം. അപ്പൊ ആ സ്ഥാനം വഹിക്കുന്ന ഉണ്ണി വീണിരിക്കണം. മനസ്സിലായി? 10 വെള്ളി കൊണ്ടു വെച്ചാൽ 15 വെള്ളിക്ക് ചെലവുണ്ടാവണം. നിന്റെ ഭവനത്തിന്റെ കണക്കൊന്ന് പഴവ് മാറ്റിയിട്ട് വാ, ഞാൻ നിനക്ക് തരാം. മതിയാ? അന്നം പാചകം ആസ്ഥാനത്ത് പൊട്ടലുണ്ട് അല്ലേ? നിനക്ക് ഈ ഭാഗം കൊണ്ട് തരിപ്പ് വേവലാതി ആർക്കുള്ള ഭവനത്തില്? പിന്നാർക്കുള്ള? വീണിട്ടുണ്ടോ അവിടെ? ആ ഭവനത്തിൽ വീണിട്ടുണ്ടോ? അകത്ത് വീണിട്ടുണ്ടാ? എത്ര വട്ടം? അപ്പൊ ഇനി ഒന്നും കൂടി ആവാം അല്ലേ? 2 പഴയുള്ള ഉണ്ണികൾ അങ്ങനെയല്ലേ പറയാം? 1 വട്ടം കൂടി ആവുന്ന. അപ്പൊ 2 3 പറയാ. അപ്പൊ 1 വട്ടം കൂടി വീഴാം. എന്താ വേണ്ടേ? അതെന്ത്? അപ്പൊ 2 വട്ടം
എന്തേ സമ്മതമാണോ പറഞ്ഞു? അപ്പൊ ഞാൻ തട്ടിട്ട് തരാം. ഞാനെന്താ ചോദിച്ചേ, എത്ര കിടപ്പുമുറി ഉണ്ട്? 3 ശരിയല്ലേ? കിടപ്പുമുറി 3 നിന്റെ അന്നംപാദ്യം ഭവനത്തിൽ അന്നംപാദ്യം ആസ്ഥാനത്ത് വല്ല പൊട്ടലോ വിള്ളലുണ്ടാ? ഉണ്ടാ? എന്റെ ആട്ടക്കാരനൊന്നും കണ്ടിട്ടില്ല. നിന്റെ ഭവനം എവിടുന്നാ വരണേ നിങ്ങള്? ഇത്ര അകലെന്നല്ലേ വരണേ? ഞാൻ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഏത് ഉണ്ണി സന്താനങ്ങൾ എന്തൊക്കെ രീതിയിലാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എന്റെ ആട്ടക്കാരനും എന്റെ അധികാരികളൊന്നും നിന്റെ ഭവനം മനക്കോലായി കണ്ടിട്ടില്ല അല്ലേ? അതുകൂടാണ്ട് നേർക്ക് നേരെ വെട്ടം കടന്നു പോകും. നിന്റെ ഭവനത്തിന്റെ അകത്തുകൂടെ ഉദിക്കുന്ന വെട്ടം കടന്നു പോകും. മനസ്സിലായില്ലേ? ഉദിക്കുന്ന വെട്ടം കടന്നു പോകുന്നു. ഏത് വടക്കായിക്കോട്ടെ, ഞാൻ എന്താ ചോദിച്ചേ, കിഴക്കുന്നുദിക്കുന്ന വെട്ടം നിന്റെ ഭവനത്തിന്റെ അകത്തൂടെ കടന്നു പോകുന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നീ തെക്കോട്ട് മുഖാണോ വടക്കോട്ട് മുഖാണോ വഴിയരികില് വെച്ച ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച 2 ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഈ 3ാമത്തെ ചോദ്യം ഇതിനും കൂടി എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മീതി കാര്യം ഞാൻ പറയാം. വിറ്റ് വരും അല്ലേ? അപ്പൊ നീയല്ല പറഞ്ഞു തച്ചൻ നല്ലവണ്ണം കണക്ക് നോക്കിയെന്ന്. ഏത് തച്ചനാണ്? മുഖം എങ്ങോട്ടായിക്കോട്ടെ, കിഴക്കുന്ന വെട്ടം പടിഞ്ഞാട്ട് കടന്നു പോകണം. പടിഞ്ഞാറ് ഉദിക്കുന്ന അസ്തമിക്കുന്ന വെട്ടം കിഴക്കോട്ട് കടന്നു പോകണം. പണ്ടുള്ള കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്, പുലർക്കാല ഭവനത്തിന്റെ വാതിലുകളൊക്കെ തുറന്നിട്ടണം. അതുപോലെ തന്നെ സന്ധ്യ വിളക്ക് വയ്ക്കുമ്പോൾ വാതിലടച്ചിടാൻ പാടില്ല എന്നതിന്റെ കാര്യം മനസ്സിലായി? നിനക്ക് വെറുതെ അല്ല, മനസ്സിലായ? ഇത് നീ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടും, ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? അവര് കൊണ്ടുപോകാതെ കണ്ട് ഒരു അവധി നീട്ട്, നിനക്കത് വിറ്റുവലമാറുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. അതവരെ പറഞ്ഞോട്ടെ. അവസാനത്തെ തീയതി എന്റെ അച്ഛന്റെയും എന്റെയും നിശ്ചയ, മനസ്സിലായി? ഇതിന്റെ അപ്പുറത്തുള്ള കാര്യം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അവര് അവസാന തീയതിക്ക് പറഞ്ഞോട്ടെ. നിന്റെ മണ്ണിലേക്ക് അധികാരികൾ ഒരാളും ഒരു കാര്യം പറഞ്ഞു വരില്ല. നീ ചെല്ലുമ്പോ കുറച്ചു ദിനം കൂടി നീട്ടിത്തരാം നിനക്ക്. അതിനു മുമ്പ് ഞാൻ വിറ്റുവില മാറിത്തരാം. അതെന്റെ വാക്കാ. മതിയാ നിനക്ക്? മതിയാ? ഇനി ഈ കൃത്യം ചെയ്യൂ. ഒരുക്കി വെച്ചൊക്കെ കൊണ്ട് നീറ്റിൽ വിട്ടോ, മനസ്സിലായില്ല? അല്ല പറഞ്ഞതാ. നീ അത് അതിന് തുനിഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇത്രയും പറഞ്ഞേ അല്ലേ? മനസ്സിലായ? പൊക്കോ. കുരുക്കിട്ട് കാണിട്ട് ഞാൻ അതിൽ നിന്ന് തൂങ്ങിക്കഴിഞ്ഞാൽ പൊട്ടി വീഴോന്ന് വരെ ബലം നോക്കി നീയല്ലേ? അപ്പൊ 1 മുഴം മുമ്പേ നീ എറിഞ്ഞു, അച്ഛനേക്കാളും മുമ്പ് അല്ലേ? ഓട്ടം തുനിഞ്ഞതല്ലേ? എന്റെ അച്ഛൻ തന്ന ജന്മല്ലേ നിനക്ക് ഉണ്ണിയെ? അത് അങ്ങേർക്ക് തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ. നിന്നോട് ആരാ പറഞ്ഞ ആ ക്രിയ ചെയ്യാനായിട്ട്? അതിന് നീ തുനിഞ്ഞിറങ്ങിയതല്ലേ? എന്റെ തിരുമുമ്പിൽ സങ്കടം പറഞ്ഞ ഒരു ഉണ്ണി സന്താനങ്ങളിൽ ഞാൻ പാതി വഴിയിൽ വിട്ടിട്ട് പോന്നിട്ടില്ല. മനസ്സിലായില്ല നിനക്ക്? ഇനി അങ്ങനെ തുനിയോ? ചിന്തിക്കോ നീ? ഞാൻ ചോദ്യം പറഞ്ഞതിന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല. നീ അങ്ങനെ ചിന്തിക്കോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തിനാ അങ്ങനെ നീ അങ്ങനെ ഈ മണ്ണ് വിട്ട് നിര്യാണപ്പെട്ടു പോയാ ഈ പറഞ്ഞ ബാധ്യതകളും ഈ മണ്ണൊക്കെ എന്താ ചെയ്യാ? അതെന്താ നീ പറയാത്തേ? അല്ല, അതെന്താ പറയാത്തെന്ന്? അപ്പൊ ആരെന്താ പറയാ? ഇതിനെ സംബന്ധിച്ച് ബാധ്യത വന്നപ്പോ ആ ഉണ്ണി 1 മുഴം പാശത്തിൽ തൂങ്ങി അല്ലേ? 1 മുഴം കയറ് നീ എടുത്ത് വെച്ചതല്ലേ അല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിൽ നീ വീട് വിൽക്കേണ്ട കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചെന്താ, നീ മണ്ണ് വിട്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നീ വല്ല കാര്യം ചെയ്തോന്നാ ചോദ്യം. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? തീരുമാനം. അപ്പൊ ഏകോമത്വം ഇല്ലാന്ന് മനസ്സിലായി. എല്ലാരും കൂടി ഏകോപമായിട്ട് നടത്തുന്നില്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ല? നീ പോണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം നീ പറയരുത്. നീ പോണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ? നിന്റെ 4ാമിടത്തുള്ള എല്ലാ ഉണ്ണികളെ ഏകോപമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തു പോരുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മേടത്തിൽ നടക്കുന്ന കാര്യമൊന്നും ചോദിച്ചില്ല. നീയും അതുപോലെ തന്നെ നിന്റെ ഭവനത്തിലുള്ള ഉണ്ണികളൊക്കെ എല്ലാ സന്താനങ്ങളും ഏകോപമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത് നടത്തി പോരുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മുൻകാലത്ത് വെച്ചാരാധിച്ചിരുന്ന വല്ല കല്ലമുള്ള സമ്പ്രദായം ഉണ്ടോന്നാ ചോദ്യം. അതെന്നെ ചോദിച്ചുള്ളൂ. അവിടെ വല്ലതുണ്ടാ? അല്ല, തീയും തിരി ഉണ്ടോന്ന് വേണ്ട രീതിയിൽ നടത്തി കൊടുക്കണ്ടോന്നാ ചോദിച്ചുള്ളൂ. മുട്ടി തുറക്കാൻ നീ വന്ന അല്ലേ? അല്ല, അതിന് ഞാൻ പറഞ്ഞു തെറ്റ് പറഞ്ഞില്ല. മനസ്സിലായി? എല്ലാ ഭാഗങ്ങളും അടഞ്ഞപ്പോ, എല്ലാ പടികളും പടഞ്ഞപ്പോ, എല്ലാ പടികളും മുട്ടിപ്പോ നീ എന്റെ വഴി തേടി വന്നു അല്ലേ? നിന്റെ 4ാമിടത്ത് വല്ല കല്ലുമുല്ല സമ്പ്രദായം ഉണ്ടാ?
ഭൂമിയിലായിട്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും വീതം പറഞ്ഞ് തർക്കണ്ടായിട്ടുണ്ടോ? അത് തന്നെയല്ലേ ചോദിച്ചത്. ഈ ഭൂമിക്ക് വേണ്ട, ഭൂമിക്ക് തർക്കമുണ്ടോന്ന് ചോദിച്ചുള്ളൂ. ഭൂമി ഏതായിക്കോട്ടെ, ആ തർക്ക സംബന്ധമായിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന ആഭിചാര കർമ്മത്തിന്റെ കാര്യം പറഞ്ഞേ ഞാന്.